അഖില ഗുരുവായ ഭഗവാൻ തൻ്റെ ഭക്തനായ ഉദ്ധവന് അനേകം ജ്ഞാനോപദേശങ്ങൾ ചെയ്തു കൊടുക്കുന്നതിനിടയിൽ ശമാധി സാധനകളെക്കുറിച്ച് വർണ്ണിച്ചു കൊടുത്തു. അതിൻ്റെ അവസാന ഭാഗത്ത് ഭഗവാൻ പറഞ്ഞു, ഗുണദോഷ ദൃശിർദോഷോ ഗുണസ്തോഭയവർജിത. ഗുണവും ദോഷവും എന്ന ദ്വൈതങ്ങളെ കാണുന്നത് ദോഷകരമായ ഭാവമാണ്. ഗുണദോഷങ്ങളെ കാണാതിരിക്കലാണ് ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഗുണം എന്ന് ഭഗവാൻ പറഞ്ഞു നിർത്തിയപ്പോഴാണ് വളരെ പ്രസക്തമായ ഒരു ചോദ്യം ഉദ്ധവൻ ചോദിച്ചത്. ഭഗവാനെ, അടിയന് വല്ലാത്ത ഒരു സംശയം. അവിടുത്തെ വാക്കുകളെയാണല്ലോ വേദം എന്ന് പറയുക. വേദത്തിൽ കർമ്മങ്ങളുടെ ഗുണദോഷങ്ങൾ പ്രതിപാദ്യ വിഷയമാവുന്നുണ്ട്. മാത്രമല്ല, ഇതിൽ പ്രതിലോമമായിട്ടും അനുലോമമായിട്ടും ജനിക്കുന്ന മനുഷ്യരുടെ വ്യത്യാസങ്ങൾ പറയണു. വർണ്ണഭേദം, ആശ്രമഭേദം, ദ്രവ്യഭേദം, ദേശഭേദം, വയോഭേദം, കാലഭേദം, സ്വർഗം, നരകം തുടങ്ങിയ വിഷയങ്ങളെല്ലാം അതിൽ പ്രതിപാദിക്കുന്നുണ്ട്. ഈ ഭേദം കൽപ്പിക്കുന്നതിൻ്റെ അടിസ്ഥാനമായിരിക്കുന്നത് ഗുണവും ദോഷവുമാണ്. അപ്പം ഇതിൻ്റെ എല്ലാത്തിൻ്റെ അടിസ്ഥാനം ഗുണദോഷങ്ങളാണ് എന്നിരിക്കെ ഗുണദോഷ വിവേകം എന്ന ദർശനം വേണ്ട എന്ന് അങ്ങിപ്പോൾ പറയണു. ഇതെങ്ങനെ ശരിയാവും? ആദ്യം പറഞ്ഞതിൻ്റെ വിരോധമല്ലേ ഇത്? ഗുണദോഷ വിവേകമേ വേണ്ട എന്ന് അങ്ങിപ്പോൾ പറഞ്ഞത് സത്യമാണെങ്കിൽ വേദത്തിലെ വിധിനിഷേധങ്ങൾക്ക് എന്താ പ്രസക്തി? അങ്ങയുടെ വാക്കുകളാകുന്ന വേദത്തിൽ വിധിനിഷേധങ്ങൾ പറയണു, ഇപ്പം അങ്ങ് തന്നെ പറയണു വിധിനിഷേധങ്ങൾ വേണ്ട എന്ന്. ഇത് പരസ്പരം വിരോധമല്ലേ? ഏതേത് സാധ്യങ്ങൾക്ക് ഏതേതാണ് സാധനകൾ എന്ന് നിർണയിച്ചിരിക്കുന്നതും വേദത്തിൽ തന്നെയാണ്. ഇതൊക്കെ തിരിച്ചറിയാൻ വേദത്തിലുള്ള അറിവല്ലാതെ വേറെ മാർഗമില്ല. ഗുണദോഷങ്ങളെ വിവേചിച്ച് വിധേയകർമ്മങ്ങളെയും നിഷിദ്ധ കർമ്മങ്ങളെയും നിശ്ചയിച്ചത് വേദമാണ്, അതായത് അവിടുത്തെ വാക്യങ്ങളാണ്. ഇപ്പോഴവിടുന്ന് പറയണു ഗുണദോഷ വിവേകം വേണ്ട എന്ന്. ഇത് പരസ്പര വിരുദ്ധമായിട്ട് തോന്നുന്നു. എൻ്റെ ബുദ്ധി പകച്ചു പോണു. ഭഗവാനെ, ഈ സംശയം ഒന്ന് തീർത്തു തരണം. ഗുണങ്ങളും ദോഷങ്ങളും നിശ്ചയിച്ച് ദോഷങ്ങളെ ഉപേക്ഷിക്കണം, ഗുണങ്ങളെ സ്വീകരിക്കണം എന്ന് ശാസിക്കുന്നതല്ലേ അങ്ങയുടെ കൽപ്പനയാകുന്ന വേദവാക്യം? ഈ വേദവാക്യങ്ങളെ അനുസരിക്കാതെ മനുഷ്യർക്ക് പരമപുരുഷാർത്ഥം എങ്ങനെയാ സാധിക്കുക? ഗുണദോഷ ദൃശിർദോഷ എന്നങ്ങ് പറഞ്ഞു. നമുക്ക് കാണാം 19-ാമത്തെ അധ്യായത്തിലെ ഏറ്റവും അവസാനം. ഗുണദോഷ ഭേദ ദർശനം ദോഷമാണ് എന്നുള്ള അങ്ങയുടെ ഇപ്പോഴത്തെ ഈ ഉപദേശം നിഷേധവിധി ലക്ഷണമായിരിക്കുന്ന പൂർവാജ്ഞയെ വിരോധിക്കുകയാണ്. അങ്ങ് ആദ്യം പറഞ്ഞതിൻ്റെ നേരെ വിരോധമാണ്. അന്യോന്യ വിരോധമായിട്ട് വന്നാൽ പുരുഷാർത്ഥം സാധിക്കാൻ മനുഷ്യൻ കഷ്ടപ്പെടില്ലേ? എങ്ങനെയാ? ഇതിലേതാ ശരി എന്ന് ആദ്യം പറഞ്ഞതാണോ ശരി, ഇപ്പം പറഞ്ഞതാണോ ശരി എന്ന് മനുഷ്യൻ എങ്ങനെ മനസ്സിലാക്കും? ഗുണം ദോഷം എന്ന ഭേദമില്ലെങ്കിൽ വിധിനിഷേധ ലക്ഷണമായിരിക്കുന്ന കർമ്മകാണ്ഡത്തിന് എന്താ പ്രസക്തികളെ? ഇന്നത് ചെയ്യണം, ഇന്നത് ചെയ്യണ്ട എന്നല്ലേ കർമ്മകാണ്ഡത്തിൽ പറഞ്ഞേക്കണത്. അതിനൊരു വിലയില്ലാണ്ടാവില്ലേ അങ്ങ് ഇപ്പം പറഞ്ഞതനുസരിച്ച്? ആ വാക്ക് ശ്രദ്ധിക്കാഞ്ഞാൽ മനുഷ്യന് ചെയ്യേണ്ടതും ചെയ്യാൻ പാടില്ലാത്തതുമായിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് അറിവുണ്ടാവുക? ഗ്രാഹ്യ ത്യാജ്യഭാവങ്ങളെക്കുറിച്ച്, സ്വീകാര്യ തിരസ്കാരങ്ങളെക്കുറിച്ച് എങ്ങനെ അറിവുണ്ടാവും? ആത്മാവാ അരേ ശ്രോതവ്യോ മന്തവ്യോ നിധിധ്യാസിതവ്യ ഇതി എന്നല്ലേ ശ്രുതി പറയണത്. ആത്മാവിനെക്കുറിച്ച് കേൾക്കുകയും
മനനം ചെയ്യുകയും നിധിധ്യാസനം ചെയ്യുകയും വേണം എന്ന വിധിവാക്യമല്ലേ ആത്മജ്ഞാനത്തിനെ സാധിപ്പിക്കാനുള്ള ഉപായം? നാനോധ്യായേൽ ബഹൂൻ ശബ്ദാൻ വാചോ വിഗ്ലാപനം ഹിതത്. ബഹുക്കളായിരിക്കുന്ന ശബ്ദഭേദങ്ങളെ അനുധ്യാനം ചെയ്യരുത്. ആ വക ശബ്ദഭേദങ്ങൾ ഭ്രമത്തെ ജനിപ്പിക്കുന്നവനാണ്. ഇങ്ങനെയുള്ള വിധി നിഷേധങ്ങളില്ലെങ്കിൽ ഉപേക്ഷിക്കേണ്ടതായ കാര്യത്തിനെയും സ്വീകരിക്കേണ്ടതായ വസ്തുക്കളെയും ജനങ്ങൾ എങ്ങനെ തിരിച്ചറിയും? ഗുണദോഷ കൽപ്പന അനുസരിച്ചുള്ള വിധിനിഷേധ രൂപമായിരിക്കുന്ന വേദമല്ലേ ശ്രേയസ് നേടാനായിട്ട് മനുഷ്യനെ ഏറ്റവും സഹായിക്കണത്? അപ്പോൾ അങ്ങയുടെ വാക്കുകളാകുന്ന വേദത്തിൽ പറഞ്ഞതും ഇപ്പോൾ അങ്ങ് എന്നോട് പറഞ്ഞതുമായിട്ട് പരസ്പരം വൈരുദ്ധ്യം തോന്നുന്നു. അങ്ങയുടെ വാക്ക് യാതൊന്നാണോ അത് തന്നെ വേദം. ഗുണദോഷഭിതാദൃഷ്ടി നിഗമാത്തെ ന ഹി സ്വത. ആ വേദമാണ് ഗുണദോഷങ്ങൾ നിശ്ചയിച്ചത്, സ്വതേ ഉണ്ടായതല്ല. വേദം തന്നെ ഇപ്പോൾ ഗുണദോഷഭേദം ഇല്ല എന്നും അതിനെ നോക്കരുതെന്നും നോക്കിയാൽ ദോഷമാണെന്നും പറയണു. ഇത് അന്യോന്യ വിരുദ്ധല്ലേ? അപ്പോഴാണ് ഭഗവാൻ അതിന് മറുപടി പറഞ്ഞത്, ഉദ്ധവ, എല്ലാവർക്കും ഒരേപോലെയല്ല ഈ യോഗങ്ങളെല്ലാം. മനുഷ്യർക്ക് പരമമായ ശ്രേയസ്സായ മോക്ഷത്തിനെ സാധിപ്പിക്കാനായിട്ട് ഞാൻ വേദങ്ങളിലൂടെ പറഞ്ഞിട്ടുണ്ട്. അത് പ്രധാനമായിട്ട് 3 ഭാഗങ്ങളാണ്: ജ്ഞാനയോഗം, ഭക്തിയോഗം, കർമ്മയോഗം. ഇവയല്ലാതെ ശ്രേയസ്സിന് വേറെ വഴികളൊന്നും തന്നെ ഇല്ല. ഇഹലോക സുഖങ്ങളിലും സ്വർഗലോകത്തിലുമെല്ലാം വൈരാഗ്യം വന്ന് അവയെ സമ്പാദിക്കാനുള്ള സകലവിധ കർമ്മങ്ങൾ ഉപേക്ഷിച്ചവർക്ക് ജ്ഞാനയോഗത്തിനാണ് അധികാരം. കർമ്മത്തിലും കർമ്മഫലങ്ങളിലും വിരക്തി വരാത്തവർക്ക് കർമ്മയോഗത്തിനാണ് അധികാരം. അധികം ആസക്തിയോ വിരക്തിയോ ഇല്ലാത്തവരും ഭഗവത് കഥകളിൽ ശ്രദ്ധയുള്ളതുമായുള്ള ആൾക്കാർക്ക് ഭക്തിയോഗമാണ് ഏറ്റവും സുഗമമായിട്ടുള്ള മാർഗം. ജ്ഞാനം കൊണ്ട് അജ്ഞാനം നശിച്ചാലും ഭക്തി കൊണ്ട് കർമ്മവാസനകൾ മുഴുവൻ നശിച്ചാലും മുക്തനായി തീരാൻ കഴിയും. എന്ന് പറഞ്ഞാൽ കർമ്മയോഗം കൊണ്ട് ജ്ഞാനത്തിനോ ഭക്തിക്കോ അധികാരിയായി തീരാം, അല്ലാണ്ട് വേറെ മാർഗമില്ല. ജ്ഞാനത്തിനുള്ള യോഗ്യത വൈരാഗ്യമാണ്, ഭക്തിക്കുള്ള അർഹത മനഃശുദ്ധിയാണ്. ഇതാണ് പൊതുവെ ഭഗവാൻ ആദ്യം പറഞ്ഞത്. യോഗാസ്ത്രയോ മയാ അപ്രോക്ത നൃണാം ശ്രേയോ വിധിൽസയ ജ്ഞാനം കർമ്മച ഭക്തിശ്ച നോബായോ അന്യോസ്തി കുത്രച്ചിൽ. ഈ 3 മാർഗങ്ങളല്ലാതെ ശ്രേയസ്സിന് വേറെ മാർഗങ്ങളില്ല. നിർവിണ്ണാനാം ജ്ഞാനയോഗോ, പരിപൂർണമായ വിരക്തർക്ക് ജ്ഞാനയോഗമാണ്. ന്യാസിനാമിഹ കർമ്മസു തേഷു അനിർവിണ്ണചിത്താനാം കർമ്മയോഗസ്തു കാമിനാം. ജ്ഞാനയോഗം എന്ന് പറയുന്നത് വിരക്തി വന്നവർക്ക്, കർമ്മഫലങ്ങളിൽ താല്പര്യമുള്ളവർക്ക് കർമ്മമാണ്. ന നിർവിണ്ണോ നാദിസക്തോ ഭക്തിയോഗസ്യ സിദ്ധിത. പൂർണ്ണമായിട്ട് വിരക്തിയോ പൂർണ്ണമായിട്ട് ആസക്തിയോ വരാത്ത ആൾക്കാർക്ക് ഉള്ളതാണ്, രണ്ടിലും മധ്യത്തിലുള്ളവർക്കാണ് ഭക്തിയോഗം. ഭഗവാൻ അത് വിസ്തരിച്ച് പറയുന്നു. വേദത്തിൽ പറഞ്ഞതെല്ലാം അധികാരി ഭേദം അനുസരിച്ചിട്ടാണ്. ബഹുജനം പലവിധം, എല്ലാവരും ഒരുപോലെയല്ല ഉദ്ധവ. യോഗാസ്ത്രയോ മയാ പ്രോക്ത നൃണാം ശ്രേയോ വിധിൽസയ. ഓരോരുത്തർക്ക് ഓരോ മാർഗമാണ്, എല്ലാവരും ഒരുപോലെയല്ല. ബുദ്ധി വ്യത്യാസം ഉണ്ടാവും, മനോവികാരം വ്യത്യാസം ഉണ്ടാവും, സ്വഭാവം വ്യത്യാസം ഉണ്ടാവും, ത്രിഗുണങ്ങളിൽ വ്യത്യാസം ഉണ്ടാവും. ഇങ്ങനെ ബഹുജനം പലവിധമായതുകൊണ്ട് വേദത്തിൽ പലതും പറഞ്ഞിട്ടുണ്ട്. എല്ലാ കാര്യങ്ങളും എല്ലാവർക്കും ബാധകമല്ല, പ്രയോഗിക്കാൻ പറ്റില്ല. വേദത്തിലുള്ള വാക്യങ്ങളെല്ലാം അധികാരി ഭേദം അനുസരിച്ചിട്ടാണ്. അതാണ് ആദ്യമേ നമ്മൾ കണ്ടത്. ധർമ്മസ്യ തത്വം നിഹിതം ഗുഹായാം. ധർമ്മം എന്നത് കാലത്തിനനുസരിച്ച്, ദേശത്തിനനുസരിച്ച്, വ്യക്തിക്കനുസരിച്ച്, ധിഷണയ്ക്കനുസരിച്ച്, ത്രിഗുണങ്ങൾക്കനുസരിച്ച്
ഒക്കെ മാറിക്കൊണ്ടിരിക്കും. അധികാരി ഭേദം, അന്യോന്യം വിരോധമുണ്ട് എന്ന് തോന്നാം പല വാക്യങ്ങളിലും. പക്ഷേ അധികാരി ഭേദം അനുസരിച്ചിട്ടാണ് ഓരോന്നിലും പറയുക. ഓരോ കർമ്മങ്ങളാലും സാധിക്കുന്നതായ ഒടുവിലത്തെ ഫലം ഒന്ന് തന്നെയാണ്, നിശ്രേയസം. ആത്യന്തിക ശ്രേയസ്സാണ് ഏത് മാർഗത്തിൽ, കർമ്മമാർഗത്തിൽ കൂടെ പോയാലും ജ്ഞാനമാർഗത്തിൽ കൂടെ പോയാലും ഭക്തി മാർഗത്തിൽ കൂടെ പോയാലും ഏത് മാർഗത്തിൽ കൂടെ പോയാലും എത്തുന്നത് എൻ്റെ അടുത്താണ്, പരമപദത്തിലാണ്, ആത്മജ്ഞാനത്തിലാണ്. അതുകൊണ്ട് സാധ്യമായിരിക്കുന്ന വിഷയത്തിന്, ലക്ഷ്യത്തിന് ഭേദമില്ല, മാർഗത്തിനേ ഉള്ളൂ. നമ്മുടെ ഗൃഹത്തിൽ നിന്ന് നമ്മൾ പുറപ്പെട്ട് ഒരു സ്ഥലത്തേക്ക് എത്തിച്ചേരണമെന്നുണ്ടെങ്കിൽ ആ ലക്ഷ്യസ്ഥാനത്തേക്ക് പല വഴികളിലൂടെയും പോകാം. എന്നതുപോലെ ഞാനാകുന്ന പരമപദത്തിലെത്താൻ ഉദ്ധവ ജ്ഞാനയോഗമോ കർമ്മയോഗമോ ഭക്തിയോഗമോ അവരവരുടെ അഭിരുചി അനുസരിച്ച്, ഇഷ്ടമനുസരിച്ച്, സുഖകരമായ രീതി അനുസരിച്ച് ആശ്രയിക്കാം. അപ്പോൾ ഒരു കാര്യം സാധിക്കാൻ സാധനാരൂപങ്ങളായ പല മാർഗങ്ങൾ കാട്ടിക്കൊടുക്കണു വേദം. അങ്ങനെ പല മാർഗങ്ങളെ കാട്ടിക്കൊടുക്കുന്ന വേദത്തിൽ അന്യോന്യം വിരോധം ഇല്ല എന്ന് പറയാനായിട്ടാണ് ഭഗവാൻ ഉപദേശം പ്രാരംഭിക്കുന്നത്. ഉദ്ധവ, ധർമ്മം, അർത്ഥം, കാമം, മോക്ഷം എന്ന പുരുഷാർത്ഥ ചതുഷ്ടയം മനുഷ്യർക്ക് സാധിക്കേണ്ടതായ ലക്ഷ്യങ്ങളാണ്. ഇതിൽ പരമപുരുഷാർത്ഥം മോക്ഷം തന്നെയാണ്. തത്രാപി മോക്ഷ ഏവാർത്ഥ ആത്യന്തിക തയേഷ്യതേ ചതുർത്ഥ സ്കന്ധത്തിൽ കണ്ടു. 4 പുരുഷാർത്ഥത്തിൽ മോക്ഷമാണ് ഒരു പുരുഷാർത്ഥമാണ്, പരമപുരുഷാർത്ഥമാണ് മോക്ഷം. നേരത്തെ പറഞ്ഞതുപോലെ മനുഷ്യരെല്ലാവരും ഒരേപോലെ ബുദ്ധിയോഗ്യതയുള്ളവരായിരിക്കില്ല. പുണ്യ പാപങ്ങളുടെ ഭേദം കൊണ്ട്, കർമ്മത്തിൻ്റെ ഭേദം കൊണ്ട്, അഭിരുചിയുടെ വ്യത്യാസം കൊണ്ട് ബുദ്ധിയും ബഹുവിധമായിരിക്കും. ഓരോരുത്തരുടെ യോഗ്യത അനുസരിച്ച് അവരവർ കാക്ഷിക്കുന്ന ശ്രേയസ് സമ്പാദിക്കാനുള്ള മാർഗങ്ങൾ 3 വിധത്തിലാണ് ഞാൻ കാട്ടിക്കൊടുക്കുന്നത് എൻ്റെ വാക്യങ്ങളാകുന്ന വേദങ്ങളിലൂടെ. ആ മാർഗങ്ങളിൽ കൂടെ സഞ്ചരിക്കുന്നവർക്ക് എളുപ്പത്തിൽ അവരവരുടെ ഉദ്ദേശ്യം സാധിക്കാം. ഏതാണോ അവനവന് എളുപ്പം എന്ന് തോന്നണത് ആ മാർഗത്തിൽ കൂടെ പോവാം. പക്ഷെ ലക്ഷ്യം ഞാനായിരിക്കണം. ഇങ്ങനെ ആ മാർഗത്തിൽ കൂടെ സഞ്ചരിച്ചാൽ എൻ്റെ അടുത്ത് എത്തും എന്നുള്ളത് കൊണ്ട് ആ മാർഗങ്ങൾക്ക് യോഗങ്ങൾ എന്നാ പറയുക. യോഗം എന്ന് പറഞ്ഞാൽ യുജ്യതേ, ഭഗവാനുമായിട്ട് യോജിപ്പിക്കുന്ന മാർഗം. അത് കർമ്മയോഗം, ഭക്തിയോഗം, ജ്ഞാനയോഗം, 3 യോഗങ്ങളേ ഉള്ളൂ. എൻ്റെ അടുത്തേക്ക് എത്താൻ 3 മാർഗങ്ങളേ ഉള്ളൂ. അത് ഇഷ്ടമുള്ളത് നമുക്ക് തിരഞ്ഞെടുക്കാം. നിഷ്കാമ കർമാനുഷ്ഠാനം എന്ന കർമ്മയോഗം എല്ലാം ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുന്ന പ്രവൃത്തി. രണ്ടാമത്തേത് നിർവ്യാജമായ പ്രേമത്തോടെ സകലരെയും ഈശ്വരഭാവേന ഭജിക്കുക എന്ന ഭക്തിയോഗം. സർവഭൂത ഗുഹാവാസ എന്ന ഭഗവാനെ കാണുന്നത്. അപ്പൊ എല്ലാത്തിലും ഭഗവാനെ കാണുന്നവൻ. ആത്മവൽ സർവഭൂതാനാം ഏകപ്രിയ സുഹൃത്തമ എന്ന രീതിയിൽ പ്രഹ്ലാദിനെ പറ്റി പറഞ്ഞതുപോലെ സർവഭൂത സമശാന്ത സവൈ ഭാഗവതോത്തമ എന്ന് ചിന്തിക്കുന്നതായ ഭക്തിയോഗം. ഇനി മൂന്നാമത്തതുണ്ട് ജ്ഞാനയോഗം. ജഡവസ്തുക്കളെ തള്ളിക്കളഞ്ഞ് ചിദ്വസ്തുവിനെ അറിയുക എന്ന ജ്ഞാനയോഗം. അതായത് നിത്യാനിത്യ വസ്തു വിവേകം എന്ന് വിവേക ചൂടാമണിയിൽ ആചാര്യസ്വാമികൾ പറയുന്നത്. ഇതാണ് 3 യോഗങ്ങൾ. കർമ്മകാന്ഡം, ദേവതാകാന്ഡം, ജ്ഞാനകാന്ഡം എന്ന 3 വിഭാഗം കൊണ്ട് ഈ 3 മാർഗങ്ങളെയും വേദത്തിൽ ഞാൻ വിസ്തരിച്ചിരിക്കണു ഉദ്ധവ. ഇതുകൂടാതെ വേറെ വഴികളൊന്നും തന്നെയില്ല. ഏത് മാർഗവും ഈ 3 യോഗങ്ങളിൽ ഉൾപ്പെടും. അതുകൊണ്ട് ഏവർക്കും ശ്രേയസ് സാധിക്കാനായിട്ട് പറ്റും. ഇങ്ങനെ 3 യോഗങ്ങളാണ് മനുഷ്യന് ശ്രേയോസാധനങ്ങളായിട്ടുള്ളത്. ലൗകിക വിഷയങ്ങളിൽ വിരക്തന്മാരായ വ്യക്തികൾക്ക് ജ്ഞാനയോഗം, വിരക്തി വരാത്തവർക്ക് കർമ്മയോഗം, അതായത് കാമികൾക്ക് കർമ്മയോഗം എന്നർത്ഥം. ലൗകിക വിഷയങ്ങളിൽ അമിതമായിട്ടുള്ള ആസക്തിയോ അമിതമായിട്ടുള്ള വിരക്തിയോ വരാത്തവർക്കാണ്
ഭക്തിയോഗം എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ ഭഗവാൻ പറഞ്ഞു എൻ്റെ വാക്കുകൾ തന്നെയാണ് വേദം എന്ന് പറയുന്നത്. പരമാത്മാവിൻ്റെ, അതായത് ആ പരമാത്മാവിൻ്റെ അവതാര രൂപമാണല്ലോ ഭഗവാൻ ശ്രീകൃഷ്ണൻ. അനുഗ്രഹായ ഭക്താനാം സ്വേച്ഛയാ ഗൃഹതേതനും, അവികാരമജം ശുദ്ധം നിർഗുണം യൽ നിരഞ്ജനം എന്ന് പറയുന്ന പരമാത്മാവ് അവതാരം എടുത്തു, രൂപമെടുത്തു. അതാണ് ശ്രീകൃഷ്ണൻ. അപ്പോൾ വേദം ഭഗവാന്റെ വാക്കുകളാണ് എന്ന് പറയുമ്പോൾ ഉദ്ധവൻ ഉദ്ദേശിക്കുന്നത് പരമാത്മാവായിരിക്കുന്ന ആ സാക്ഷാൽ പരബ്രഹ്മത്തിന്റെ വാക്കുകളാണെന്നാണ്. പരമാത്മാവിന്റെ നിശ്വാസമാണ് വേദം. യസ്യ നിശ്വസിതം വേദ എന്നാണ് ഭക്തന്മാര് പറയുക. പരമാത്മാവ് അജനും അനാദിയുമാണ്. ഇതുപോലെ വേദവും അനാദിയാണ് എന്നാണ് ആസ്തികമായിട്ടുള്ള മതം. പരമാത്മാവിന്റെ നിശ്വാസരൂപമായിരിക്കുന്ന വേദം മനുഷ്യർക്ക് അദൃഷ്ടമാണ്, അജ്ഞാതമാണ്. പക്ഷേ ഈ അജ്ഞാതമായിരിക്കുന്ന ഈ വേദം സവിശേഷമായ സന്ദർഭങ്ങളിൽ ഋഷിമാരുടെ മുഖങ്ങളിൽ നിന്ന് മന്ത്രരൂപത്തിൽ ബഹിർഗമിച്ചു. ആ ഋഷിമാരെയാണ് മന്ത്രദ്രഷ്ടാക്കള് എന്ന് പറയുക. അപ്പോൾ ആത്മീയമായ അന്തഃപ്രേരണ ഉണ്ടാകുമ്പോൾ, ധ്യാനനിരതരായിട്ടുണ്ടാകുമ്പോൾ, ഉൾവിളി ഉണ്ടാകുന്ന സമയത്ത് ചിലർക്ക് ചിലപ്പോൾ ദിവ്യമായിട്ടുള്ള വെളിപാടുണ്ടാവും. എവിടെ വെച്ച് ഏത് നേരത്ത് ഇതുണ്ടാവും എന്ന് ആർക്കും മുൻകൂട്ടി പറയാനാവില്ല. നമ്മൾ ഇംഗ്ലീഷിൽ സ്പാർക്ക് എന്നൊക്കെ പറയും, ഒരു സ്ഫുലിംഗം, ആത്മജ്ഞാനത്തിൻ്റെ സ്ഫുലിംഗം ഉണ്ടാവും. ഇങ്ങനെ ദിവ്യമായിട്ടുള്ള അന്തഃപ്രേരണ അനുഭവപ്പെട്ട നേരത്ത് ഋഷിമാര് ഉച്ചരിച്ച വാക്കുകളാണ് വേദമന്ത്രങ്ങൾ. അതായത് ഭഗവാൻ തന്നെ ഋഷിമാരുടെ മുഖത്ത് കൂടി വൈഖരിയായിട്ട് പുറത്തേക്ക് വന്നു. അതെങ്ങനെയാ വന്നതെന്നുള്ളത് നമ്മൾ കഴിഞ്ഞ അധ്യായങ്ങളിലൊക്കെ കണ്ടതാണ്. പര എന്ന സ്വരൂപം വൈഖരിയായിട്ട് മാറണത്. ഈ ആത്മീയമായ അന്തർപ്രേരണ കൊണ്ട് ദർശിക്കപ്പെട്ട മന്ത്രങ്ങൾ ആത്മാവിൻ്റെ വചസ്, പരമാത്മാവിൻ്റെ വാക്യങ്ങൾ വേദം എന്ന് പറയുന്നു. ആ പരമാത്മാവ് തന്നെയാണ് ഭഗവാന്റെ പ്രതിരൂപമായിരിക്കുന്ന അല്ലെങ്കിൽ സ്വരൂപം സ്വീകരിച്ചിരിക്കുന്ന ശ്രീകൃഷ്ണൻ. ഇങ്ങനെ ഭഗവാന്റെ വാക്കുകളായിരിക്കുന്ന ആ വേദത്തില് കർമ്മങ്ങളുടെ ഗുണദോഷങ്ങൾ പ്രതിപാദിച്ചിട്ടുണ്ട്. ഗുണം ഉണ്ട് എന്ന കാരണം കൊണ്ടാണ് അതിന് കർമ്മം ചെയ്യണം എന്ന് വേദം നിർദ്ദേശിക്കുന്നത്. കർമ്മകാണ്ഡത്തിന്റെ പ്രസക്തി അതാണ്. സംഗച്ഛധ്വം സംവദധ്വം എന്നൊക്കെ വേദത്തിൽ കാണാം. ഒപ്പം പോകൂ, ഒരുപോലെ പറയൂ എന്നൊക്കെ വേദം അനുശാസിക്കുന്നത് ഈ കർമ്മങ്ങളിൽ ഗുണമുള്ളത് കൊണ്ടാണ്. വ്യക്തികൾക്കും സമൂഹത്തിനും ഗുണം ചെയ്യുന്നതാണ് ഇത്തരത്തിലുള്ള ആഹ്വാനം. ലോകാസമസ്ത സുഖിനോ ഭവന്തു, ലോകത്തിന്റെ ആത്യന്തിക ശ്രേയസ്സിന് വേണ്ടിയിട്ട്. ഇതുപോലെ തന്നെ ചില കർമ്മങ്ങളെ വേദം നിഷേധിക്കുന്നത് അത്തരം കർമ്മങ്ങളിൽ ദോഷമുള്ളത് കൊണ്ടാണ്. ഉദാഹരണമായിട്ട് ന ദുരുക്തായ സ്പൃഹയേൽ, ചീത്തയായ വാക്കുകൾ പറയരുത്. അക്ഷർമാ ദിവ്യ, ചൂത് കളിക്കരുത്. ഇതൊക്കെ മനുഷ്യനെ നാശത്തിലേക്ക് പ്രവേശിപ്പിക്കുന്നതാണ്. അപ്പൊ അവിടെ വിധിയും പറഞ്ഞു, നിഷേധവും പറഞ്ഞു. ചൂത് കളിച്ചതുകൊണ്ടാണ് പാണ്ഡവന്മാർക്ക് ഏറെ ക്ലേശിക്കേണ്ടി വന്നതെന്ന് മഹാഭാരത കഥയിൽ നമുക്ക് കാണാം. ചീത്തയായ വാക്കുകൾ പറഞ്ഞാൽ അത് പറയുന്നവനും കേൾക്കുന്നവനും ലോകത്തിന് മുഴുവൻ ദുഷ്ടതയുണ്ടാവും എന്ന് നമുക്ക് അനുഭവ ഫലാണ്. അതുകൊണ്ട് വ്യക്തികൾക്കും സമൂഹത്തിനും പൊതുവെ ലോകത്തിനും ഗുണമുണ്ടാക്കുന്ന കർമ്മങ്ങളെ ചെയ്യാൻ വേദങ്ങൾ നിർദ്ദേശിക്കുന്നു. ദോഷമുണ്ടാക്കുന്ന കർമ്മങ്ങളെ വേദം നിരോധിക്കുകയും ചെയ്യണു. ഇതാണ് വേദം എന്നത് വിധി നിഷേധ ലക്ഷണമാണ് എന്ന് പറയാൻ കാരണം. ധർമ്മത്തിനെ സംരക്ഷിക്കുക, ധർമ്മ സംസ്ഥാപനാർത്ഥായ, ലോകത്തിലെ ധർമ്മം നിലനിൽക്കണം, സനാതനമായ ധർമ്മം നിലനിൽക്കണം എന്ന ഉദ്ദേശത്തോടു കൂടിയിട്ടാണ് ചിലത് ചെയ്യണം ചിലത് ചെയ്യരുത് എന്ന വിധി നിഷേധങ്ങളെ വേദത്തിൽ പറഞ്ഞത്. ഇങ്ങനെ കർമ്മങ്ങളുടെ ഗുണദോഷ ഭേദചിന്ത വേദത്തിൽ ഉണ്ട്. അപ്പൊ ഇങ്ങനെ ഈ ഗുണദോഷ ചിന്ത ഉണ്ടെങ്കിലും
ആ ഗുണദോഷഭേദ ചിന്തകള് ഗുണസ്തൂഭയവർജിത എന്ന് ഭഗവാൻ പറയാനുള്ള കാരണം ഗുണദോഷഭേദ ചിന്തയും വിധിനിഷേധങ്ങളും ഗ്രാഹ്യത്യാജ്യഭാവങ്ങളും സ്വീകാര്യ തിരസ്കാര കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ടെങ്കിലും വേദങ്ങളിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും ഇതൊന്നും ആത്യന്തികമല്ല. എല്ലാം സാപേക്ഷികമാണ്, വ്യാവഹാരികമാണ് എന്നർത്ഥം. എല്ലാം എല്ലാവർക്കും എപ്പോഴും ബാധകമല്ല എന്നർത്ഥം. ആത്യന്തികമായിരിക്കുന്നത് ഒന്ന് മാത്രം, അതാണ് പരമ്പൊരുൾ, നിത്യ സത്യം. അതിൻ്റെ വെളിച്ചത്തിൽ ഗുണദോഷ ഭേദചിന്തയ്ക്കോ വിധിനിഷേധങ്ങൾക്കോ പ്രസക്തിയില്ല. ഇതാണ് ഭഗവാൻ ആദ്യം പറഞ്ഞത്. നൃണാം ശ്രേയോ വിധിൽ സയ എന്ന് പറയാൻ കാരണം ഇതിൻ്റെ മുമ്പിൽ ഈ ഗുണദോഷ ഭേദം ഇല്ല. ഇതിൻ്റെ ആരംഭ നിലയ്ക്കാണ് യോഗത്രയത്തിനെ വിവരിക്കാൻ ഒരുങ്ങുന്നത്. കർമ്മയോഗം, ജ്ഞാനയോഗം, ഭക്തിയോഗം എന്നീ 3 യോഗങ്ങൾ. എല്ലാവരും ഈ 3 യോഗങ്ങളും ശീലിക്കണം എന്ന് വേദം വിവക്ഷിക്കണില്ല. ചിലർക്ക് കർമ്മയോഗം, മറ്റു ചിലർക്ക് ജ്ഞാനയോഗം, ഇതിൽ പെടാത്ത ആൾക്കാർക്ക് ഭക്തിയോഗം എന്നിങ്ങനെ 3 തരം ആളുകൾക്ക് വേണ്ടിയിട്ടാണ് 3 യോഗങ്ങൾ പറഞ്ഞത്. ഒന്നുകൂടി വിസ്തരിച്ച് പറഞ്ഞാൽ, അർത്ഥ, പുത്ര, മിത്ര, കളത്രാദികളിൽ ആസക്തിയുള്ളവർക്ക്, കാമികൾക്ക്, ഈ പ്രാപഞ്ചിക വിഷയങ്ങളിൽ വിരക്തി വരാതെ ഇതിൽ സുഖഭോഗങ്ങൾ അനുഭവിക്കണമെന്ന മോഹമുള്ളവർക്ക് കർമ്മയോഗം. ഒട്ടും ആസക്തി ഇല്ലാത്തവർക്കാണെങ്കിൽ, വിരക്തി വന്നവർക്കാണെങ്കിൽ, ഇതിലൊന്നും വലിയ കാര്യമില്ല എന്ന് ചിന്തിക്കുന്ന മനസ്സിൻ്റെ സമരസത വന്നവർക്ക് ജ്ഞാനയോഗം. എന്നാൽ പൂർണ്ണമായിട്ട് ആസക്തിയോ പൂർണ്ണമായിട്ട് വിരക്തിയോ ഇല്ലാത്ത ചില മധ്യനിലയിലുള്ള ആൾക്കാരുണ്ട്, അവർക്കാണ് ഭക്തിയോഗം. ഇതിനാണ് അധികാരി ഭേദം എന്ന് പറയുക. ആസക്തന്മാര് കർമ്മയോഗത്തിന് അധികാരികള്, വിരക്തന്മാര് ജ്ഞാനയോഗത്തിന് അധികാരികള്, അല്പവിരക്തന്മാര് ഭക്തിയോഗത്തിന് അധികാരികള്. ഇങ്ങനെയാണ് പൊതുവെ പറയാനായിട്ട് പറ്റുക. നിർവിണ്ണാനാം ജ്ഞാനയോഗോ ന്യാസിനാമിഹ കർമ്മസു തേഷു അനിർവിണ്ണ ചിത്താനാം കർമ്മയോഗസ്തു കാമിനാം. സ്വർഗാദി ഫലങ്ങളിൽ ആഗ്രഹം ഉപേക്ഷിച്ചിരിക്കുന്ന വിരക്തന്മാര് കർമ്മങ്ങൾ ഉപേക്ഷിക്കണു. അത് ദുഃഖോദീർക്കങ്ങളാണെന്ന് അവർക്കറിയാം. ആ ജ്ഞാനയോഗം അവർ ശീലിക്കണു. പരമപുരുഷാർത്ഥത്തിനെ നൽകുന്നതാണെന്ന് അറിയുന്നവര് അതിനെ സ്വീകരിക്കണു. അപ്രകാരം വിരക്തി വരാതെ കർമ്മങ്ങൾ നിമിത്തം സിദ്ധിക്കുന്ന സ്വർഗാദി ലോകങ്ങൾ നിസ്സാരങ്ങളെന്ന് തോന്നാതെ പ്രാചീന ബർഹിസിനെ പോലെ ഇരിക്കുന്ന കാമികൾ, അതാണ് കർമ്മയോഗം. മൂന്നാമത്തത് ഭഗവാൻ പറഞ്ഞു, യത് എതിർച്ഛയാ മൽക്കഥാദോ ജാതശ്രദ്ധസ്തു യപ്പുമാൻ ന നിർവിണ്ണോ നാദിസക്തോ ഭക്തിയോഗസ്ഥ സിദ്ധിത. ജന്മാന്തരങ്ങളുടെ സുഹൃതം കൊണ്ട് അല്ലെങ്കിൽ സത്സംഗം കൊണ്ട് ഒരുവന് എന്നിൽ ഭക്തി ഉണ്ടാവുക. അതെങ്ങനെ? എൻ്റെ കഥാശ്രവണം, നാമസങ്കീർത്തനം, സ്മരണം, വന്ദനം, അർച്ചനം, ദാസ്യം, സഖ്യം, ആത്മനിവേദനം തുടങ്ങിയ ലക്ഷണങ്ങളോട് കൂടിയ ഭജനത്തിൽ താല്പര്യമുണ്ടാവണു. എന്നാൽ വിഷയങ്ങളിൽ തീരെ വെറുപ്പുണ്ടായിട്ടുമില്ല, അതിൽ ആസക്തിയില്ല. എന്ന് പറഞ്ഞാൽ ഭാഗവതത്തിനെ ഉപാസിക്കണം എന്ന് നല്ല മോഹമുണ്ട്, സപ്താഹവേദികളിൽ പങ്കെടുക്കും. എന്നാൽ ഗൃഹത്തിനെ പൂർണ്ണമായിട്ട് ഉപേക്ഷിക്കാനും പറ്റില്ല. ഭാഗവതവും വേണം, ഗൃഹസ്ഥാശ്രമവും വേണം. രണ്ടും ഒരുപോലെ കൊണ്ടുപോകാൻ. ഭാഗവതത്തിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല, ഗൃഹത്തിനെ ഉപേക്ഷിക്കാൻ പറ്റില്ല. രണ്ടും വേണം എന്ന രീതിയിലുള്ള മധ്യവർത്തികൾക്കാണ് ഭക്തിയോഗം. പിന്നെ ഭഗവാൻ പറയുന്നു, അങ്ങനെയുള്ള ഒരുത്തൻ എന്നുവരെയാണോ ലോകവിഷയങ്ങളിലും കർമ്മങ്ങളിലും ആസക്തൻ ആയിരിക്കുന്നത്, ഏതുവരെ വിരക്തി വരാതിരിക്കുന്നുവോ അതുവരെ ഒരുവൻ കർമ്മയോഗം അനുഷ്ഠിക്കണം. എൻ്റെ കഥ കേൾക്കുക, അത് മനനം ചെയ്യുക മുതലായവയിൽ എന്നുവരെ ശ്രദ്ധ ജനിക്കാതിരിക്കുന്നുവോ അന്ന് വരെ അവൻ കർമ്മയോഗിയാവണം. വിരക്തി വരുന്നത് വരെ അല്ലെങ്കിൽ ഭക്തി വരുന്നത് വരെ.
അപ്പൊ നിരന്തരം കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്ക് സാധിക്കില്ല? എന്നാ ജാതതിഷ്ഠത്യകർമ്മകൃത് എന്ന് ഷഷ്ഠസ്കന്ധത്തിൽ കണ്ടതുപോലെ കർമ്മം ചെയ്യാതിരിക്കാൻ ആർക്കും പറ്റില്ല. എപ്പോഴും കർമ്മങ്ങൾ ചെയ്യും, മനസ്സുകൊണ്ടെങ്കിലും ചെയ്യും. കർമ്മം ചെയ്യുകയും വേണം. കർമ്മണ്യേവാധികാരസ്തേ എന്ന് ഭഗവാൻ പറഞ്ഞു. പക്ഷേ പിന്നീട് പറഞ്ഞു മാ ഫലേഷു. അതിനാണ് കർമ്മയോഗം എന്ന് പറയുക. ഒരു ജീവാത്മാവിന് പൊതുവായിട്ടുള്ള ധാര എന്ന് പറയണത്, പൊതുവായിട്ടുള്ള യോഗം എന്ന് പറയുന്നത് കർമ്മമാണ്. നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുക. നിരന്തരം ചെയ്തുകൊണ്ടിരിക്കുന്ന കർമ്മയോഗം എന്ന പൊതുവഴിയിലൂടെ പോകുമ്പോൾ അവൻ ഒന്നുകിൽ മനഃശുദ്ധി വരും, അപ്പോൾ അവൻ ഭക്തിയോഗത്തിന് അധികാരിയായിത്തീരും. അതല്ലെങ്കിൽ അവന് വിഷയവൈരാഗ്യം വരും, അപ്പോൾ ജ്ഞാനിയായിട്ട് മാറും. അപ്പോൾ നമ്മൾ സഞ്ചരിക്കുന്ന ഒരു വഴി ഇടത്തോട്ടും വലത്തോട്ടും രണ്ട് ശാഖകളായിട്ട് പിരിയുന്നത് പോലെ നമ്മൾ ആദ്യം സഞ്ചരിച്ച വഴി കർമ്മയോഗം എന്ന് സങ്കല്പിച്ചാൽ ഇടത്തോട്ടുള്ള വഴി എന്ന് പറയുന്നത് വിഷയവൈരാഗ്യം എന്ന ജ്ഞാനയോഗം, വലത്തോട്ടുള്ള വഴി എന്ന് പറയുന്നത് മനഃശുദ്ധി എന്ന ഭക്തിയോഗം. കർമ്മയോഗത്തിൽ നിന്ന് ആ വഴി രണ്ടായിട്ട് പിരിയണു, ജ്ഞാനമോ ഭക്തിയോ ആയിട്ട്. ഇങ്ങനെ നിരന്തരം കർമ്മം ചെയ്യണം. ഏതുവരെ എന്നാണെങ്കിൽ ഒന്നുകിൽ മനഃശുദ്ധി വരുന്നത് വരെ, ജ്ഞാനിയാകുന്നത് വരെ, അല്ലെങ്കിൽ മനഃശുദ്ധി വരുന്നത് വരെ, ഭക്തനാകുന്നത് വരെ, അല്ലെങ്കിൽ വിഷയവൈരാഗ്യം വരുന്നത് വരെ ജ്ഞാനിയാകുന്നത്. ജ്ഞാനം എന്നതിൻ്റെ യോഗ്യത വിഷയവൈരാഗ്യമാണ്. ഭക്തി നേടാനുള്ളതിൻ്റെ യോഗ്യത മനഃശുദ്ധിയാണ്. ഇതിലേതെങ്കിലും ഒന്നുണ്ടാകുന്നത് വരെ കാമനാരഹിതനായിട്ട് വേണ്ടതുപോലെ സ്വധർമ്മങ്ങൾ അനുഷ്ഠിക്കുക, യജ്ഞങ്ങളെ കൊണ്ട് എന്നെ പ്രസാദിപ്പിക്കുക, വേറെ ഒന്നിലും ഏർപ്പെടാണ്ടിരിക്കുക. ഈ മൂന്ന് കാര്യങ്ങൾ ആർക്കുണ്ടോ അവൻ സ്വർഗത്തിലും നരകത്തിലും പോവില്ല ഉദ്ധവ. ഇതാണ് പ്രധാനമായിട്ടുള്ള കർമ്മയോഗം എന്ന് പറയുന്നത്. അപ്പോൾ അത്യാസക്തന്മാര്, കാമികള് കർമ്മയോഗത്തിന് അധികാരികൾ എന്ന് പറയുന്നു ഭഗവാൻ. അതായത് സുന്ദരമായ ഒരു വസ്തു കണ്ടാൽ, അഥവാ അതിനെപ്പറ്റി കേട്ടാൽ, അല്ലെങ്കിൽ സ്വർഗാദി ലോകങ്ങളെക്കുറിച്ച് ചിന്തിച്ചാൽ, അല്ലെങ്കിൽ സമ്പത്ത് എന്ന് പറയുന്ന ഒരു വസ്തുവിനെ കണ്ടാൽ, ഇങ്ങനെ പലതിനോടും ആൾക്കാർക്ക് ആകർഷണം തോന്നാം. പിന്നെ മനസ്സുകൊണ്ട് അതിനെപ്പറ്റി സങ്കല്പിക്കുകയായി. ഇതിൽ നിന്നാണ് കാമം ഉണർന്നു വരുന്നത്. ആ വസ്തു തനിക്ക് കിട്ടണം എന്ന ഭാവം. ഏതു വസ്തുവിൽ കാമമുണ്ടായോ അത് നേടാനുള്ള തീവ്ര പരിശ്രമമായി പിന്നീട്. ഈ പ്രയത്നമാണ് കർമ്മം എന്ന് പറയുക. തനിക്ക് ഇഷ്ടപ്പെട്ട വസ്തു തനിക്ക് സ്വായത്തമാക്കാനുള്ള കഠിനമായ പ്രവർത്തനത്തിനെ, തീവ്രമായ യത്നത്തിനെയാണ് കർമ്മം എന്ന് പറയുക. കർമ്മം ചെയ്യുമ്പോൾ ഫലം തനിക്ക് കിട്ടണം, തനിക്ക് കിട്ടും എന്നാണ് പ്രതീക്ഷിക്കുക. അതൊരു ഭാഗ്യക്കുറിയുടെ ടിക്കറ്റ് എടുക്കുമ്പോഴാണെങ്കിലും, ഉദ്യോഗത്തിന് പോകുമ്പോഴാണെങ്കിലും, നല്ല വ്രതങ്ങൾ അനുഷ്ഠിക്കുമ്പോഴാണെങ്കിലും ലക്ഷ്യം ഒന്ന് തന്നെയാണ്, തനിക്ക് അതിൻ്റെ ഫലം കിട്ടണം. ഇത്തരം പ്രതീക്ഷയോട് കൂടിയിട്ട്, ഫലേച്ഛയോട് കൂടിയിട്ട് ആ കർമ്മത്തിൻ്റെ പരിണതഫലം കിട്ടും എന്നുള്ള സങ്കല്പത്തോട് കൂടിയിട്ട് ചെയ്യുന്ന കർമ്മം എന്നേ പറയാൻ പറ്റുള്ളൂ, കർമ്മയോഗം ആവില്ല. കർമ്മത്തിനെ കർമ്മയോഗമാക്കി മാറ്റണം. കർമ്മയോഗമാക്കി മാറ്റണത് നൈഷ്കർമ്മ്യാവസ്ഥ വരണം. കർമ്മണ്യേവാധികാരസ്തേ മാ ഫലേഷു കദാചന. നിരന്തരം കർമ്മങ്ങൾ ചെയ്തോളൂ, പക്ഷേ ഫലം ഇച്ഛിക്കരുത്. നിരന്തരമായിട്ട് കർമ്മങ്ങൾ ചെയ്യുക. ഇതൊന്നും എൻ്റേതല്ല, എനിക്ക് വേണ്ടിയിട്ടല്ല, എല്ലാത്തിനും ഭഗവാനാണ് കാരണം. ഈ മനുഷ്യ ശരീരം കിട്ടിയത് ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട്, പരോപകാരാർത്ഥം ഇതം ശരീരം എന്ന രീതിയിൽ ലോകത്തിന് മുഴുവൻ ഒന്നായിട്ട് കണ്ടുകൊണ്ട്, ലോകത്തിൻ്റെ ശ്രേയസ്സിന് വേണ്ടിയിട്ട്, സഹജീവികളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് നിസ്വാർത്ഥമായിട്ടുള്ള പ്രവർത്തനം, അതാണ് കർമ്മയോഗം എന്ന് പറയുക.
സ്വയം ഫലമോ പ്രതിഫലമോ പ്രതീക്ഷിക്കാതെ എല്ലാം ഈശ്വരപ്രീതിക്കായിട്ട് ചെയ്താൽ അത് കർമ്മയോഗാവും. നിമി നവയോഗി സംവാദത്തിൽ ആവിർഹോത്രൻ എന്ന യോഗീശ്വരൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്. ആ കർമ്മയോഗത്തിന്റെ പ്രസക്തി, കർമ്മ വികർമ്മേരി എന്നൊക്കെ വ്യക്തമായിട്ട് അദ്ദേഹം പറഞ്ഞു. അത് ഈ കർമ്മയോഗം ഭക്തിയോഗത്തിന്റെ തന്നെ ഒരംശമാണ് എന്ന് മനസ്സിലാക്കണം. ഇങ്ങനെയുള്ള കർമ്മയോഗം ഉൾപ്പെട്ടതാണ് ഭക്തിയോഗം, നിഷ്കാമമായ കർമ്മം. ഈശ്വര വിശ്വാസം ഇല്ലാത്ത പലരും കർമ്മയോഗികളാവാറുണ്ട്. അങ്ങനെ അവർ സ്വയം നിസ്പൃഹരായിട്ട് നിസ്വാർത്ഥരായിട്ട് ലോകത്തിന്റെ ഉപകാരത്തിന് വേണ്ടി ജനോപകാരപ്രദമായ കർമ്മങ്ങളിൽ ഏർപ്പെടുന്നു. അപ്പോൾ കർമ്മയോഗം രണ്ട് തരമാണെന്ന് നമുക്ക് പറയാം. ഒന്ന്, ഈശ്വരപ്രീതിക്ക് വേണ്ടിയിട്ട് മാത്രം കർമ്മങ്ങൾ ചെയ്യുന്നവര്. മറ്റുള്ളത് ജനങ്ങൾക്ക് വേണ്ടിയിട്ട്, ജനങ്ങളുടെ നന്മയ്ക്ക് വേണ്ടിയിട്ട് കർമ്മങ്ങൾ ചെയ്യണവര്. അപ്പോൾ കാമ്യകർമ്മങ്ങൾ ചെയ്യുന്നവര് ആസക്തന്മാരാണ്, കാമികളാണ്. അപ്പൊ ആസക്തന്മാര് കർമ്മയോഗം അനുഷ്ഠിക്കണം. സകാമന്മാർക്ക് കാമം സാധിച്ചു കിട്ടാൻ വേണ്ടിയിട്ടുള്ള യജ്ഞം അഥവാ പരിശ്രമം ഒഴിവാക്കാനായിട്ടാവില്ല. നിരന്തരമായ പരിശ്രമത്തിലൂടെയാണ് ആസക്തന്മാര് ലക്ഷ്യം നേടുക. അത് സ്വർഗസ്ഥാനമാവാം, അല്ലെങ്കിൽ ഉദ്യോഗത്തിലുള്ള സ്ഥാനക്കയറ്റമാവാം, അല്ലെങ്കിൽ മറ്റ് സുഖഭോഗങ്ങളാവാം, ഗൃഹമാവാം, ആഭരണമാവാം, വാഹനമാവാം, പലതുമാവാം. പ്രയത്നം സഫലമായാൽ അവർക്ക് തൽക്കാല സന്തോഷം കിട്ടിയെന്ന് വരും. പക്ഷെ അനുഭവിക്കുന്ന സന്തോഷം അധിക നേരം നിലനിൽക്കില്ല. കാരണം അവരുടെ മനസ്സിൽ മറ്റൊരാഗ്രഹം പൊന്തി വരാൻ തുടങ്ങും. ഒരാഗ്രഹം സാധിച്ചാൽ മറ്റൊരാഗ്രഹം വരും. ഇങ്ങനെ സമുദ്രത്തിലെ തിരമാലകൾ എന്നതുപോലെ ഒന്നിനു പുറകെ ഒന്നായിട്ട് ആഗ്രഹങ്ങൾ പിന്നാലെ പിന്നാലെ വന്നുകൊണ്ടിരിക്കും. ആ ആഗ്രഹങ്ങളെ സാധിച്ചു കിട്ടാനുള്ള പ്രയത്നങ്ങളായിട്ട് അവർ നടക്കും. ഇങ്ങനെ കാമികളുടെ ആയുസ്സിന്റെ ഭൂരിഭാഗം ഈ ലക്ഷ്യങ്ങളെ, കാമനകളെ പൂർത്തീകരിച്ച് കിട്ടാനുള്ള പ്രയത്നങ്ങളായിട്ട് തീരും എന്നർത്ഥം. നേടിയതിൻ്റെ സന്തോഷത്തിനേക്കാൾ കൂടുതൽ നേടാനുള്ള ആവേശമാണ് അവരുടെ ഹൃദയത്തിൽ നിറഞ്ഞു നിൽക്കുക. അതുകൊണ്ട് എത്ര നേട്ടമുണ്ടായാലും അവർക്ക് തൃപ്തി ഉണ്ടാവണില്ല, സന്തോഷം ഉണ്ടാവണില്ല. ദരിദ്രോ യസ്തു അസന്തുഷ്ട എന്ന് ഭഗവാൻ കഴിഞ്ഞ അധ്യായത്തിൽ പറഞ്ഞില്ലേ? ഇതാണ് കാരണം. അവന് ഒന്നിനോടും സംതൃപ്തി വരണില്ല. കാരണം ചെയ്ത കർമ്മങ്ങൾ ഒരെണ്ണം പൂർത്തീകരിക്കുമ്പോൾ, ലക്ഷ്യം പൂർത്തീകരിക്കുമ്പോൾ അടുത്ത ലക്ഷ്യം അവന് വരണു. ഇങ്ങനെ ഒന്നിനു പുറകെ ഒന്നായിട്ട് കാമനകളും ആ കാമനകളെ പൂർത്തീകരിക്കാനുള്ള നിരന്തരമായ പരിശ്രമവും വരുമ്പോൾ അവന് ശരീരത്തിനും മനസ്സിനും വിശ്രമം കിട്ടണില്ല, സംതൃപ്തി കിട്ടണില്ല. അതുകൊണ്ടാണ് ഭഗവാൻ നിർദ്ദേശിക്കുന്നത് നിസ്പൃഹമായ കർമ്മം, നിസ്വാർത്ഥമായ കർമ്മം, ഫലേച്ഛ കൂടാതെയുള്ള കർമ്മം, നിഷ്കാമമായ കർമ്മം, അതായത് കർമ്മയോഗം ചെയ്യൂ എന്ന്. നിസ്പൃഹന്മാർക്ക്, നിഷ്കാമരികൾക്ക് കിട്ടാത്തതിനെ ചൊല്ലിയിട്ട് വേവലാതിയില്ല, എനിക്കത് കിട്ടിയില്ലല്ലോ എന്ന്. ഭഗവാന്റെ ഇച്ഛ, കിട്ടിയാൽ കിട്ടി, ഇല്ലെങ്കിൽ വേണ്ട. ഇത് ചെയ്യേണ്ടത് ഭഗവാൻ എനിക്ക് തന്ന നിയോഗമാണ് എന്ന ഭാവത്തിൽ കർമ്മങ്ങൾ ചെയ്യണു. ഫലം കിട്ടിയാൽ സന്തോഷമോ ഫലം കിട്ടിയില്ലെങ്കിൽ ദുഃഖമോ രണ്ടുമില്ല അവർക്ക്. ആർക്ക് വേണ്ടിയിട്ടാണോ താൻ പ്രയത്നിച്ചത് അവന് ശ്രേയസ് ഉണ്ടാവുമ്പോൾ, അഭ്യുദയം കാണുമ്പോൾ അവന് തൃപ്തി ഉണ്ടാവണു, സന്തോഷം ഉണ്ടാവണു. അപ്പൊ നിഷ്കാമമായിട്ടുള്ള കർമ്മികൾക്കാണ് ഇതുണ്ടാവുക. മറ്റുള്ളവർക്ക് ഉയർച്ച കാണുമ്പോൾ, താൻ ഒരാൾക്ക് ഇന്ന സഹായം ചെയ്തു കൊടുത്തു, അയാൾക്ക് നന്മ കിട്ടി, ഓ അപ്പൊരാശ്വാസം. എന്നാൽ സകാമകർമ്മികൾക്കാണെങ്കിൽ അന്യന്റെ അഭ്യുദയം കാണുമ്പോൾ ഈർഷ്യയാണ് അനുഭവപ്പെടുക. അന്യോത്കർഷം വിലോക്യാശു യോ ഖിദ്യതി സ മത്സരി. അവരെയാണ് മത്സരികൾ എന്ന് പറയുക. മറ്റുള്ളവരുടെ ഉയർച്ച കാണുമ്പോൾ ദുഃഖം തോന്നുക. താൻ ഇത്ര പാടുപെട്ടിട്ടും തനിക്കൊന്നും കിട്ടണില്ല, മറ്റവൻ ശ്രേയസിലേക്ക് ഉയരണു എന്ന്. സകാമകർമ്മികൾക്ക് അന്യന്റെ അഭ്യുദയം കാണുമ്പോൾ ഈർഷ്യയുണ്ടാവണു. ആ സ്ഥാനത്ത് നിഷ്കാമകർമ്മികൾക്ക് സന്തോഷമാണ് ഉണ്ടാവുക. ഇത് പറഞ്ഞു വരേണ്ടത് സകാമകർമ്മം എന്ന് പറയുന്നത്
അനുഷ്ഠിക്കുന്നവന്റെ മനസ്സിൽ മാലിന്യമുണ്ടാക്കണു. നേരെ വിപരീതമാണ് നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മം എന്നത് മാലിന്യത്തിനെ ദൂരീകരിക്കുക ചെയ്യുക. അനുഷ്ഠാതാവ് പോലും അറിയാതെയാണ് നിഷ്കാമകർമ്മം അവന്റെ മനസ്സിനെ ശുദ്ധമാക്കുക. നിരന്തരമായിട്ട് കർമ്മം ചെയ്യുമ്പോൾ അവൻ പോലും അറിയില്ല അവന്റെ മനസ്സ് ശുദ്ധമായി എന്ന്. അതായത് അർത്ഥലാഭത്തിനേക്കാൾ വലുത് മനസ്സിന്റെ തൃപ്തിയാണ് എന്നർത്ഥം. ആസക്തന്മാര് സകാമകർമ്മം കുറച്ചു കാലം അനുഷ്ഠിച്ചു കഴിഞ്ഞാൽ സ്വയം ഒന്ന് ഇരുന്ന് ചിന്തിക്കണം എന്ന് ആചാര്യന്മാര് പറയാറുണ്ട്. ഞാൻ എന്ത് നേടി ഈ ജീവിതത്തിൽ? നിരന്തരമായിട്ട് ഞാൻ പരക്കം പാഞ്ഞ് നടന്ന് ജീവിതത്തിൽ ഒരുപാട് കർമ്മങ്ങൾ ചെയ്തു, ഞാൻ എന്ത് നേടി എന്ന് ചിന്തിക്കുക. ഏകാന്തതയിൽ അന്തർമുഖനായിട്ട് സകല ഇന്ദ്രിയങ്ങളെയും അടക്കി ഈ മട്ടിൽ ചിന്തിക്കാൻ തുടങ്ങിയാൽ അവനിൽ നിന്ന് കാമങ്ങൾ ക്രമേണ നീങ്ങാൻ തുടങ്ങും. യാതൊന്നും എൻ്റെ ആവശ്യമില്ല എന്ന് തോന്നും. സുഖായ കർമാണി കരോതി ലോകോ തതേ സുഖം വന്യതു പാരമം വാ വിന്ദേത ഭൂയസ്തതയേവ ദുഃഖം എന്ന് വിതുരമഹാശയൻ മൈത്രേയനോട് പറഞ്ഞതുപോലെയുള്ള കാര്യങ്ങളെല്ലാം ബോധ്യപ്പെടും. സുഖത്തിന് വേണ്ടി പ്രവർത്തിക്കും തോറും സുഖം കിട്ടിക്കോളണം എന്നില്ല. ആയുശ്രീ കീർത്തി ഐശ്വര്യം എന്നൊക്കെ വൃത്രാസുരൻ ഇന്ദ്രനോട് പറഞ്ഞതുപോലെ നമ്മൾ ആഗ്രഹിക്കുന്ന നേരത്ത് ഇതെല്ലാം കിട്ടിക്കോളണം എന്നില്ല. ആഗ്രഹിക്കുന്ന നേരത്ത് സുഖമുണ്ടാവണം എന്നില്ല. ആഗ്രഹിക്കാത്ത നേരത്ത് ചിലപ്പോൾ ദുഃഖം വന്നു എന്നും വരും. ഇതെല്ലാം നിയോഗമാണ്, ഈശ്വരേച്ഛയാണ് എന്ന് ഏകാന്തതയിലിരുന്ന് ചിന്തിച്ചാൽ മനസ്സിലാവും. ഇങ്ങനെ ചിന്തിക്കുമ്പോൾ ആ കാമിയിൽ നിന്ന് ക്രമേണ കാമങ്ങൾ കുറേശ്ശെയായിട്ട് ദൂരീകരിക്കപ്പെടാൻ തുടങ്ങും. അങ്ങനെ സകാമൻ ക്രമേണ നിഷ്കാമനായി തീരും. നിഷ്കാമനാവണം. സ്വയം വിശകലനം ചെയ്താൽ, ഇൻട്രോസ്പെക്ഷൻ എന്നൊക്കെ ഇംഗ്ലീഷിൽ പറയും, ആത്മപരിശോധന നടത്തി കഴിഞ്ഞാൽ അവൻ ശരിക്ക് നിഷ്കാമനായി തീരും. ഈ ഉദ്ദേശ്യത്തോടെ ബോധപൂർവം കർമ്മയോഗം അനുഷ്ഠിക്കാൻ തുടങ്ങും. ലോക സമസ്ത സുഖിനോ ഭവന്തു എന്ന മട്ടിൽ ഇങ്ങനെ ശീലിച്ചാൽ ക്രമേണ ആ വ്യക്തിക്ക് ബോധ്യപ്പെടും സകാമ കർമാനുഷ്ഠാനത്തെക്കാൾ സന്തോഷകരമായിരിക്കുന്നത് നിഷ്കാമ കർമാനുഷ്ഠാനാണ്. അപ്പൊ തനിക്ക് പ്രത്യേകിച്ച് ലക്ഷ്യമൊന്നുമില്ല, ലോകത്തിന്റെ നന്മ മാത്രമേ ഉള്ളൂ. സംസിദ്ധർ ഹരിതോഷണം, ലോകസ്വരൂപമായിരിക്കുന്ന ഭഗവാൻ സന്തോഷിക്കണം. ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് തന്നെ ഭഗവാന്റെ സ്വരൂപമാണല്ലോ. അപ്പോൾ പ്രപഞ്ചത്തിലുള്ള സകല ജീവരാശികളും സകല ചരാചരങ്ങളും ഭഗവാന്റെ തന്നെ രൂപങ്ങളാണെന്ന് അറിയുമ്പോൾ മാനവസേവ മാധവ സേവയാവും. സംസിദ്ധർ ഹരിതോഷണം, ഭഗവാൻ സന്തോഷിക്കണം എന്നുള്ള ഒരേ ഒരു ലക്ഷ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ നൈഷ്കർമ്മ്യാവസ്ഥ പ്രാപിക്കുന്നവനാണ് യഥാർത്ഥത്തിൽ ആനന്ദമുണ്ടാവുക. മറ്റവന് സകാമിയാണെങ്കിൽ അവന് താൽക്കാലികമായ സന്തോഷം ഉണ്ടാവും, തൊട്ടടുത്ത നിമിഷം ഇച്ഛാഭംഗവും ഉണ്ടാവും. ഇങ്ങനെ നിഷ്കാമ കർമാനുഷ്ഠാനാണ് ഏറ്റവും ശ്രേഷ്ഠം. ഇതാണ് ഭഗവാൻ ഉദ്ധവനോട് പറഞ്ഞത്. ഇത് തന്നെ ഭഗവാൻ ഗീതയിൽ അർജുനനോടും പറഞ്ഞു. വിഹായ കാമാൻ യസ് സർവാൻ പുമംശ്ചരതി നിസ്പൃഹ നിർമ്മമോ നിരഹങ്കാര സശാന്തിമധിഗച്ഛതി എന്ന് പറയുന്നു. മമതാബോധവും അഹംബോധവും കാമവും നീങ്ങിയാൽ ഒരുവന് മനഃശാന്തി ലഭിക്കും എന്നർത്ഥം. കർമ്മയോഗാനുഷ്ഠാനത്തിൻ്റെ നൈരന്തര്യം, തുടർച്ചയായിട്ടുള്ള കർമ്മയോഗം സർവകാമങ്ങളുടെയും വിനാശകാരിയായി തീരും. അങ്ങനെ കാമനകൾ നീങ്ങിയാൽ മനസ്സ് ശുദ്ധമായിട്ട് മാറും. ഇതാണ് ഒരു കർമ്മയോഗം ഒരുത്തൻ ചെയ്യേണ്ടത്. അപ്പൊ ഇങ്ങനെ ഏതെങ്കിലും ഒരുത്തൻ ഒരു സുഖവിഷയത്തിൽ ആഗ്രഹത്തോടുകൂടി പ്രവർത്തിക്കുമ്പോൾ ആഗ്രഹത്തിന്റെ ആധിക്യ നിമിത്തം തൻ്റെ പ്രവർത്തികളുടെ പരിണത ഫലം അവൻ ചിന്തിക്കില്ല. തനിക്കൊരു കാര്യം നേടാനായിട്ട് പ്രവർത്തിക്കുമ്പോൾ തൻ്റെ പ്രവൃത്തി കൊണ്ട് മറ്റുള്ളവർക്ക് ദോഷം നേരിടുന്നുണ്ടോ എന്ന് അവൻ ശ്രദ്ധിക്കില്ല. അവനവൻ ആത്മസുഖത്തിന് ആചരിക്കുന്നവ അപരന് സുഖത്തിനായി വരേണം,
എന്ന് ശ്രീനാരായണ ഗുരുദേവൻ പറയുന്നുണ്ട്. പക്ഷേ അവിവേകികൾ അത് ചിന്തിക്കില്ല. അങ്ങനെ ചിന്തിക്കാതിരുന്നാൽ ഈ ചെയ്യുന്ന വ്യക്തിക്കും ലോകത്തിനും പലതരത്തിലുള്ള ദുരിതങ്ങൾ ഉണ്ടാവണു. അതുകൊണ്ട് കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ലോകത്തിന് ഉപദ്രവമില്ലാത്തതായിരിക്കണം. ആ ചെയ്യുന്നവന് തന്നെ അധപ്പതനത്തിന് ഇടവരാത്തതായിരിക്കണം. ഇത് ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് വേദത്തിൽ വിധിനിഷേധവാക്യങ്ങൾ പറഞ്ഞിരിക്കുന്നത്. ഉദ്ധവ, ഈ ഭാഗത്തിൽ ശ്രദ്ധയോടെ കർമ്മത്തിൽ പ്രവർത്തിക്കുന്നവന് ക്രമേണ ഉയർച്ചയുണ്ടാവും. അതുകൊണ്ട് വിധിനിഷേധം ആവശ്യമാണ്. എത്ര കാലം വരെ കർമ്മജന്യങ്ങളായ ഫലങ്ങളിൽ വിരക്തി വരാതിരിക്കുന്നുവോ, എത്ര കാലം എൻ്റെ കഥകളിൽ താല്പര്യമുണ്ടാകാതിരിക്കുന്നുവോ, അതുവരെ അവൻ കർമ്മങ്ങൾ ചെയ്യണം, കർമ്മയോഗങ്ങൾ ചെയ്യണം. അത് താല്പര്യമാണ്, അതവൻ്റെ നിർബന്ധമാണ്. സ്വധർമ്മസ്ഥോയൻ യജ്ഞേരനാശീ കാമ ഉദ്ധവ നയാതി സ്വർഗനരകോ യജ്ഞന്യ സമാചരേത്. കർമ്മയോഗത്തിൻ്റെ ശ്രേഷ്ഠത നിഷ്കാമ കർമാനുഷ്ഠാനത്തിലാണ് ഇരിക്കുന്നത്. അങ്ങനെ ചെയ്യുന്നവനാണ് കർമ്മയോഗി. വിഹിത കർമ്മങ്ങൾ ഫലേച്ഛ കൂടാതെ ചെയ്യുകയും നിഷിദ്ധ കർമ്മങ്ങൾ ഉപേക്ഷിക്കുകയും ചെയ്യുന്നവൻ സ്വർഗത്തിനെയോ നരകത്തിനെയോ പ്രാപിക്കണില്ല. സകാമിയായ ഒരുത്തൻ പുണ്യം ചെയ്താൽ സ്വർഗത്തിലേക്കെത്തും, പാപം ചെയ്യുന്നവൻ നരകത്തിലേക്കെത്തും. പുണ്യം ചെയ്തു എന്നുള്ള കാര്യമില്ല. ക്ഷീണേ പുണ്യേ മർത്യലോകം വിശന്തി, സ്വർഗത്തിൽ നിന്ന് താഴേക്ക് പോരും. അപ്പോൾ സൽക്കർമ്മം ചെയ്താൽ സ്വർഗത്തിൽ പോവും, ദുഷ്കർമ്മം ചെയ്താൽ നരകത്തിൽ പോവും. നരകത്തിൽ പോകുന്നതിന് വിഹിതമായിട്ടുള്ള കർമ്മത്തിനെ ത്യജിക്കൽ, തെറ്റായ കർമ്മത്തിനെ ചെയ്യൽ, ഇത് രണ്ടും കാരണമാവാം. അതിനു പകരം സ്വധർമാനുഷ്ഠാനവും നിഷിദ്ധ കർമ്മത്യാഗവുമുള്ളവന് നരകം സിദ്ധിക്കില്ല. ഫലാകാംക്ഷ കൂടാതെ ചെയ്യുന്ന കർമ്മം കൊണ്ട് സ്വർഗവും സിദ്ധിക്കില്ല. ഇതാണ് കർമ്മയോഗിയുടെ സ്ഥിതി. അവൻ സ്വർഗത്തിലും പോവില്ല, നരകത്തിലും പോവില്ല. സകാമിയായിട്ട് പുണ്യം ചെയ്താൽ സ്വർഗത്തിൽ പോവും, സകാമിയായിട്ട് ദുരിതം ചെയ്താൽ നരകത്തിൽ പോവും. എന്നാൽ നിഷ്കാമിയായിട്ട് കർമ്മങ്ങൾ ചെയ്യുകയാണെങ്കിലോ അവൻ സ്വർഗത്തിലോ നരകത്തിലോ പോണില്ല. അവൻ ശുദ്ധമായ അന്ധക്കരണത്തോട് കൂടിയതായിട്ട് ഒന്നുകിൽ ജ്ഞാനയോഗത്തിനെയോ അല്ലെങ്കിൽ ഭക്തിയോഗത്തിനെയോ സ്വീകരിക്കും. അതുകൊണ്ട് വിവേകിയായ ഒരുത്തൻ പുണ്യത്തിനെയും പാപത്തിനെയും ഒരുപോലെ വർജിക്കും. ഉദ്ധവ, കാരണം രണ്ടിൻ്റെയും ഫലം അനുഭവിക്കാൻ ജന്മം വേണ്ടിവരും. പുണ്യം അനുഭവിക്കാനാണെങ്കിലും പാപം അനുഭവിക്കാനാണെങ്കിലും മറ്റൊരു ശരീരം സ്വീകരിക്കേണ്ടി വരും. അപ്പോൾ അതിന് മരണവും ഒഴിച്ചുകൂടാത്തതാവും. ഇത് തന്നെ ബന്ധനം, പുനരഭിജനനം, പുനരഭിമരണം, പുനരഭിജനനീ ജഠരേ ശയനം എന്ന രീതിയിൽ ഈ സംസാര ചക്രത്തിൽ പെട്ട് നടക്കും. എന്നാൽ നിഷ്കാമകർമ്മം ചെയ്യുന്നവന് പുണ്യവും ഇല്ല, പാപവും ഇല്ല. അവൻ്റെ രാഗദ്വേഷങ്ങളും നശിക്കണു. അന്ധകരണത്തിലുള്ള സത്വഗുണം മറവ് കൂടാണ്ട് പ്രകാശിക്കണു. അതുകൊണ്ട് അവൻ സ്വർഗത്തിലും പോവില്ല, നരകത്തിലും പോവില്ല, നേരെ ഭഗവാന്റെ പദത്തിലേക്ക്, പരമപദത്തിലേക്ക് എത്തുന്നു. ഇത് ബന്ധഹേതുവല്ല, മാത്രമല്ല ജന്മസാഫല്യം തരണു, ശരം തു ജീവം പരമേവ ലക്ഷ്യം എന്ന രീതിയിൽ ഭഗവാന്റെ അടുത്ത് എത്തുന്നു. അതിനാൽ കർമ്മയോഗം ശ്രേഷ്ഠം തന്നെയാണ് ഉദ്ധവ. ഇങ്ങനെ സ്വന്തം ധർമ്മങ്ങളെ അനുഷ്ഠിച്ചുകൊണ്ട് അവൻ വേണ്ട കാര്യങ്ങളെല്ലാം സ്വധർമ്മങ്ങൾ യഥാവിധി അനുഷ്ഠിച്ച് പാപരഹിതനാവണു, പരിശുദ്ധനായി തീരണു. ഇങ്ങനെ ഈ ലോകത്തിൽ സഞ്ചരിച്ചുകൊണ്ട് അവൻ വിശുദ്ധമായുള്ള ജ്ഞാനം നേടണു, അല്ലെങ്കിൽ അവന് ഭക്തി ഉണ്ടാവണു. ഭഗവാൻ പറയണു, സ്വർഗത്തിലുള്ള ജനങ്ങളും നരകവാസികളും ഇച്ഛിക്കുന്നത് ഈ ലോകത്തിനെയാണ്. കാരണം ഈ ഭൂമണ്ഡലത്തിലാണ്, ഈ ലോകത്തിലാണ് ഭക്തിജ്ഞാനങ്ങൾ വഴിയായിട്ട് മുക്തി നേടാൻ സാധിക്കുന്നത്. ഈ ലോകത്തിൽ ജീവിക്കുന്നവർക്കേ അത് സാധിക്കുള്ളൂ. സ്വർഗവാസികൾക്കോ നരകവാസികൾക്കോ അതിനുള്ള അവസരം കിട്ടണില്ല. അതിനാൽ സ്വർഗിണോപ്യേതമിച്ഛന്തി ലോകം നിരയിണസ്തഥാ സാധകജ്ഞാനഭക്തിമുഭ്യം സാധകജ്ഞാനഭക്തിഭ്യാം ഉഭയം തദ്
അസാധകം എന്നാണ്. ഇങ്ങനെ ആത്മസാക്ഷാത്കാരത്തിന് ഉപകരിക്കുന്ന ജ്ഞാനത്തിനെയോ ഭക്തിയെയോ പ്രാപിക്കാൻ ഇഹലോകത്തിൽ മനുഷ്യരായിട്ട് ജനിക്കുന്നവർക്ക് തന്നെയാണ്. സ്വർഗവാസികൾക്കോ നരകവാസികൾക്കോ ഇതിന് സാധിക്കണില്ല. സ്വർഗത്തിൽ കേവലം വിഷയസുഖമേ ഉള്ളൂ, നരകത്തിൽ കേവലം ദുഃഖമേ ഉള്ളൂ. ഈ മനുഷ്യലോകം അങ്ങനെയല്ല. ജ്ഞാനം കൊണ്ടും ഭക്തി കൊണ്ടും മുക്തി പ്രാപിക്കാം. ഈ മനുഷ്യ ശരീരം എന്ന് പറയുന്നത് ഭുക്തിമുക്തി ആലയം ശുഭം എന്ന് പറയുന്നുണ്ട്. ഈ മനുഷ്യന്റെ ശരീരം എന്ന് പറയുന്നത് ഭുക്തിമുക്തികളെ നേടാനായിട്ട് ഏറ്റവും നല്ല ഉപകരണമാണ്. അതുകൊണ്ട് യഥാർത്ഥനായ കർമ്മയോഗി നര സ്വർഗതിം കാക്ഷയിൽ നാരകീവാ വിചക്ഷണ നേമം ലോകഞ്ച കാക്ഷേത ദേഹാവേശാൽ പ്രമാദ്യതി എന്ന് കർമ്മയോഗത്തിനെ കുറിച്ച് പറയുന്നു. ഇങ്ങനെ ശ്രേഷ്ഠമായിരിക്കുന്ന മനുഷ്യ ശരീരം കിട്ടിയിരിക്കുമ്പോൾ വിവേകമുള്ളവൻ മോക്ഷത്തിനായിട്ട് ശ്രമിക്കണം. നിർദേഹമാദ്യം സുലഭം സുദുർലഭം എന്നിനി പറയുന്ന കാണാം. ദുർലഭോ മാനുഷോ ദേഹോ ദേഹിനാം ക്ഷണഭംഗുര നിമി നവയോഗി സംവാദത്തിൽ നമ്മൾ കണ്ടതാണ്. ലബ്ധ്വാസു ദുർലഭം ഇതം ബഹുസംഭവന്തേ മാനുഷ്യം അർത്ഥദം അനിത്യം അപീഹ ധീരത്തൂർണം യതേത നവതേതനുമൃത്യുയാവൽ നിശ്രേയസായ വിഷയഖലു സർവതസ്യാൽ എന്ന് 25ാമത്തെ ഗുരുവായിട്ട് ശരീരത്തിനെ കണ്ടപ്പോൾ അവധൂതൻ പറഞ്ഞ കാര്യം നമ്മൾ അനുസ്മരിച്ചതാണ്. അപ്പോൾ ആത്യന്തിക ശ്രേയസ് നേടാനായിട്ട് ഏറ്റവും ശ്രേഷ്ഠമായിരിക്കുന്ന ഉപകരണം എന്നത് ഈ മനുഷ്യ ശരീരം തന്നെയാണ്. അതുകൊണ്ട് വിവേകമുള്ളവൻ മോക്ഷത്തിനായിട്ട് നിരന്തരം കർമ്മയോഗിയായിട്ടിരിക്കണം, കർമ്മങ്ങൾ ചെയ്യണം. സ്വർഗവാസികളും ഈ ദേഹത്തിനെ കാക്ഷിക്കുകയാണ്. അങ്ങനെ കാക്ഷിക്കുന്നത് കൊണ്ട് സ്വർഗത്തിനെ കാക്ഷിക്കുന്ന മനുഷ്യൻ ബുദ്ധിഹീനൻ എന്നാ പറയുക. സ്വർഗത്തിലുള്ളവരും ഈ ഭൂമിയിൽ വന്ന് ജനിക്കാൻ മോഹിക്കണു. സ്വർഗലോകം എന്നത് സുഖസ്ഥാനമാണെങ്കിൽ സ്വർഗത്തിലുള്ളവര് ഈ ലോകത്തിനെ ആഗ്രഹിക്കില്ലല്ലോ. സ്വർഗത്തിലുള്ളവരും നരകത്തിലുള്ളവരും ഒരേപോലെ ഈ ലോകത്തിനെ കാക്ഷിക്കണു. നരകത്തിലേക്ക് പോവാൻ തക്ക കർമ്മങ്ങൾ ചെയ്യുന്നത് ശുദ്ധ അവിവേകാണ്. അതുകൊണ്ട് ദുഷ്കർമ്മങ്ങൾ ചെയ്യരുത്. ഈ ശ്രേഷ്ഠമായ മനുഷ്യജന്മം എന്നത് അതിലേക്ക് വീണ്ടും വരാം എന്നുള്ള ആഗ്രഹത്തിൽ വീണ്ടും കാമ്യകർമ്മങ്ങളും ചെയ്യരുത്. കാരണം ദേഹം എടുത്തു കഴിഞ്ഞാൽ പിന്നെ ദേഹാഭിമാനമുണ്ടാവും, അഹംബോധമുണ്ടാവും, ദുഃഖമുണ്ടാവും, ക്ലേശങ്ങളുണ്ടാവും. അതുകൊണ്ട് വിവേകമുള്ള മനുഷ്യൻ സ്വർഗത്തിലേക്ക് പോകണമെന്നോ നരകത്തിലേക്ക് പോകണമെന്നോ കാക്ഷിക്കരുത്. നര സ്വർഗതിയും കാക്ഷേത് നാരകീവാ വിചക്ഷണ. സ്വർഗത്തിലേക്കോ നരകത്തിലേക്കോ പിന്നെ ഈ ഭൂമിയിൽ വന്ന് വീണ്ടും ജനിക്കാനോ താല്പര്യപ്പെടരുത് വിവേകിയായവൻ. കാരണം നരകം എന്നുള്ളത് ദുഃഖപൂർണ്ണമാണ്, നമുക്കറിയാം. സ്വർഗത്തിൽ ചെന്നാൽ ക്ഷീണേ പുണ്യമർത്യലോകം വിശന്തി, വീണ്ടും ഭൂമിയിലേക്ക് വരണം. ഭൂമിയിലേക്ക് വന്നാൽ വീണ്ടും ദേഹമെടുക്കുമ്പോൾ അഹംഭാവം ഉണ്ടാവും, അധപ്പതനമുണ്ടാവും. ഇങ്ങനെ 3 ലോകങ്ങളെയും കാക്ഷിക്കരുത്. 3 ലോകങ്ങൾ എന്ന് പറഞ്ഞാൽ സ്വർഗം, നരകം, ഈ മർത്യദേഹം, അതായത് ഭൂവാസം. ഈ 3 സ്ഥലങ്ങളും സ്വീകരിക്കരുത് എന്ന് പറയണു. ഏതദ്വിദ്വൻ പുരാമൃത്യോരഭവായ ഘടയതസ അപ്രമത്ത ഇതം ജ്ഞാത്വാ മർത്യം അപ്യർത്ഥസിദ്ധിതം. അതുകൊണ്ട് ഉദ്ധവ, വിവേകമുള്ളവൻ ഈ ദേഹം നശിക്കുന്നതിന് മുമ്പേ മോക്ഷപ്രാപ്തിക്കായിട്ട് പ്രയത്നിക്കണം. പുരുഷാർത്ഥം സമ്പാദിക്കാനായിട്ട് ഈ ശരീരം തന്നെയാണ് ഏറ്റവും ശ്രേഷ്ഠം. അതുകൊണ്ട് നിശ്രേയസായ തൂർണം യതേത ന പതേത് അനുമൃത്യുയാവൽ നിശ്രേയസായ എന്ന് നേരത്തെ പറഞ്ഞതുപോലെ ഈ ശരീരം വീണു പോകുന്നതിന് മുമ്പ്, ഈ സ്ഥൂല ശരീരം വീണു പോകുന്നതിന് മുമ്പ് ശ്രേയസ് നേടാനായിട്ട് സഹായിക്കുന്നതായ ഈ പഞ്ചഭൂതാത്മകമായ ശരീരം നഷ്ടപ്പെടുന്നതിന് മുൻപ് നിരന്തരമായിട്ട് പരിശ്രമിക്കണം ശ്രേയസ്സിനായിക്കൊണ്ട്. നശിച്ചു പോകുന്നതാണ് അനിത്യം. അപി എന്ന് പറഞ്ഞു. ലബ്ധ്വാസു ദുർലഭം ഇതം ബഹുസംഭവാന്തേ മാനുഷ്യം അർത്ഥദം അനിത്യം. അപി എന്ന് പറയണ്ടായി അവിടെ. അപ്പൊ നശിച്ചു പോണതാണ്. ജലത്തിലെ പോളകൾ എന്ന പോലെ ചലം മനുഷ്യന് ശരീരബന്ധം എന്ന് ശീര്യതേ, ചീഞ്ഞു പോണതാണ്, നശിച്ചു പോണതാണെങ്കിലും
നാശരഹിതമായിരിക്കുന്ന പരമപദവി പ്രാപിക്കാൻ ഈ ദേഹം ഏറ്റവും നല്ല സാധനമാണ്, ഏറ്റവും നല്ല ഉപകരണമാണ്. ലൗകികങ്ങളായ സുഖദുഃഖാദികള് കുറച്ചനുഭവിക്കാം, പിന്നെ മോക്ഷത്തിനായി ശ്രമിക്കാം എന്നാലോചിക്കരുത്. കാരണം എന്നാണ് ഈ ദേഹം നശിക്കണത് എന്ന് നമുക്കറിയില്ല. ജലത്തിലെ പോളകളെന്ന പോലെ ചലം മനുഷ്യന് ശരീരബന്ധം. ഒരു കുടം പൊട്ടുന്നത് പോലെ, ഒരു ബലൂൺ പൊട്ടുന്നത് പോലെ, ഒരു നീർപ്പോള പൊട്ടുന്നത് പോലെയുള്ള ക്ഷണഭങ്കുരമാണ് മനുഷ്യജീവിതം. എപ്പോ ഈ സ്ഥൂല ശരീരത്തിൽ നിന്ന് ആത്മാവ് വേർപെടും എന്നറിയാത്തത് കൊണ്ട്, ഈ ദേഹം എന്നാണ് നശിക്കുക എന്നുള്ളത് അറിയാത്തത് കൊണ്ട് സദാസേവ്യ സദാസേവ്യ ശ്രീമദ് ഭാഗവതീ കഥ എന്ന മഹാത്മ്യത്തിൽ പറഞ്ഞതുപോലെ തീവ്ര വൈരാഗ്യത്തോടു കൂടിയിട്ട് ആ മോക്ഷത്തിനെ സമ്പാദിക്കാൻ ശ്രമിക്കുന്നവൻ തന്നെയാണ് ശ്രേഷ്ഠനായിട്ടുള്ള വിദ്വാൻ. അതിനുദാഹരണമായിട്ട് ഭഗവാൻ പറയണു, ഛിദ്യമാനം യമൈരേതയ്യ കൃതനീടം വനസ്പതിം ഖഗ സ്വകേതമുത്സൃജ്യ ക്ഷേമം യാതി ഹ്യലം ബട. അതുകൊണ്ട് അപ്രമത്തനായിട്ട് ഫലേച്ഛ കൂടാതെ വിഷയാസക്തി കൂടാതെ പ്രവർത്തിച്ചാൽ സുഖം കിട്ടും. അതിന് ഉദാഹരണം പറയണത്, നിർദ്ദയന്മാരായ മരം വെട്ടുകാര് കോടാലുകൊണ്ട് മുറിച്ചു വീഴുന്ന മരത്തില് കൂട് കെട്ടിയിരിക്കുന്ന പക്ഷി ആ മരം വീഴുന്നതിന് മുമ്പ് ആ മരം വിട്ടുപോണു. ഇതുപോലെ മരം വെട്ടുകാരൻ മരം വെട്ടണു എന്നറിഞ്ഞാൽ ഉടനെ പക്ഷി ആ മരത്തിനോടും ആ കൂടിനോടുമുള്ള താല്പര്യം ഉപേക്ഷിച്ച് ക്ഷേമത്തിനെ തേടിക്കൊണ്ട് പറന്നു പോകുന്നത് പോലെ മനുഷ്യനും ഇങ്ങനെയാവണം. വൃക്ഷവും പക്ഷിയും പോലെ ദേഹവും ജീവനും ആണ് എന്ന് മനസ്സിലാക്കണം. അതുകൊണ്ട് ദേഹാഭിമാനത്തിനെ വെടിഞ്ഞവൻ വൃക്ഷത്തിനെ ഉപേക്ഷിച്ച് പക്ഷി പറന്നു പോകുന്നത് പോലെ ഈ ശരീരം നശിക്കുന്നതിന് മുമ്പ് പറന്നു പോകണം എന്ന് പറയണു. അപ്പം മർത്യശരീരം നശിക്കണത് തന്നെയാണ്, എങ്കിലും അത് പുരുഷാർത്ഥപ്രാപ്തി സാധനമാണ്. പക്ഷേ അതെപ്പോൾ നശിക്കുമെന്ന് അറിയാത്തത് കൊണ്ട് അന്തകതുല്യന്മാര് മരം വെട്ടി മുറിക്കുമ്പോൾ അതിൽ കൂടുകെട്ടി താമസിക്കുന്ന പക്ഷികൾ ആ മരം വിട്ട് മറ്റൊരിടത്തേക്ക് പോവണം. പോയാൽ മാത്രമേ രക്ഷയുള്ളൂ. ആ മരത്തിൽ തന്നെ മമത വച്ചുകൊണ്ട് അതിനെ വിട്ടുപോകാതിരുന്നാൽ പക്ഷി രക്ഷപ്പെടില്ല, നശിക്കും. എന്ന് പറഞ്ഞാൽ രാപ്പകലുകളാൽ തൻ്റെ ആയുസ് ഛേദിക്കപ്പെടുകയാണ് എന്ന് മനുഷ്യൻ മനസ്സിലാക്കണം. ഇങ്ങനെ എപ്രകാരമാണോ ആ വൃക്ഷത്തിലെ മമത ഉപേക്ഷിച്ച് ഒരു പക്ഷി പറന്നു പോകുന്നത്, അതുപോലെ വേണം മനുഷ്യൻ ഈ ദേഹത്തിലുള്ള അഭിമാനം ഇല്ലാതാക്കണത്. അപ്പൊ അന്തകന്റെ ഈ കോടാലി കൊണ്ടുള്ള വെട്ട് എന്ന് പറയുന്നതാണ് ഈ ഹൃദയസ്പന്ദനമായിട്ട് കേൾക്കുന്നത് എന്നാണ് ആചാര്യന്മാര് പറയുക. യമന്റെ വെട്ടാണ് ഹൃദയത്തിന്റെ മിടിപ്പായിട്ട് അനുഭവപ്പെടുക. യമൻ ശരീരമാകുന്ന വൃക്ഷത്തിനെ ഇടപെടാതെ രാവും പകലും വെട്ടിക്കൊണ്ടിരിക്കുക. ഓരോ പ്രാവശ്യവും ഹൃദയം പിടിക്കുമ്പോഴും ആയുസിന്റെ ഓരോ അംശം നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കണു. ഓരോ രാവും പകലും യമന്റെ ഓരോ വെട്ടാണ്. ഇതിനെപ്പറ്റി ചിന്തിച്ചു നോക്കിയാൽ തന്നെ വിവേകിയായ ഒരുത്തന് ശാരീരിക സുഖങ്ങളിലെ താല്പര്യം ഉപേക്ഷിക്കാൻ പറ്റും. വൈരാഗ്യത്തിനെ ദൃഢപ്പെടുത്തി ജ്ഞാനം കൊണ്ട് അജ്ഞാനത്തിനെ നശിപ്പിക്കാം, മുക്തരായി തീരാം. ശരീരം അനുനിമിഷം മരണത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ദേഹാഭിമാനത്തിനെ നശിപ്പിച്ചാൽ മാത്രമേ വൈരാഗ്യത്തിനെ വളർത്തി ഇന്ദ്രിയങ്ങളെ അടക്കി മനസ്സിനെ അന്തർമുഖമാക്കി തീർത്ത് ആത്മാവിൽ ദൃഢമായിട്ട് ഉറപ്പിച്ച് മുക്തനായി തീരാൻ സാധിക്കുള്ളൂ എന്ന് മനസ്സിലാക്കിയിട്ട് നിരന്തരമായിട്ട് പ്രവർത്തിക്കണം. അഹോരാത്രൈച്ഛിദ്യമാനം ബുദ്ധ്വായുർഭയവേപഥു മുക്തസംഗപരം ബുദ്ധ്വാ നിരീഹ ഉപശാമ്യതി എന്നാണ്. ഇങ്ങനെ ദേഹത്തിലോ അതിൻ്റെ ദേഹസംബന്ധികളിലോ ഞാനെന്നും എൻ്റെ എന്നുള്ള ആസക്തി തീരെ ഉപേക്ഷിച്ച് അന്യമായിരിക്കുന്ന യാതൊരു കാര്യവും ചിന്തിക്കാതെ
താൻ ചെന്ന് ചേരേണ്ടതായ പരമാത്മാവിനെ അറിയണം. ശരന്തു ജീവം പരമേവ ലക്ഷ്യം എന്ന ലക്ഷ്യത്തിനെ അറിയണം. എന്നാൽ സർവസന്താപങ്ങളും തീർന്ന് പരമാനന്ദ പരിപൂർണനായിട്ട് ഒരു ജീവാത്മാവിനെത്താം. ഇതാണ് ഭഗവാൻ കൊടുക്കുന്ന ഏറ്റവും വലിയ ഉപദേശം. അപ്പോൾ ഈ ശരീരം വളരെ ശ്രേഷ്ഠമായിട്ട് ഉപയോഗിക്കണം. അതിനുവേണ്ടി 17ാമത്തെ ശ്ലോകത്തിൽ ആ കർമ്മയോഗത്തിന്റെ അവസാനം ഭഗവാൻ പറയുന്ന അത്യുത്തമമായിട്ടുള്ള ഒരു ശ്ലോകമുണ്ട്. നിർദേഹമാദ്യം സുലഭം സുദുർലഭം പ്ലവം സുകൽപ്പം ഗുരുകർണധാരം മയാനുകൂലേന നഭസ്വതേരിതം പുമാൻ ഭവാബ്ധിം നതരേൽ സ ആത്മഹ എന്ന് പറയുന്നു. ഇങ്ങനെ ആ ശ്രേഷ്ഠമായിരിക്കുന്ന മനുഷ്യ ശരീരം കിട്ടിയിട്ട് മോക്ഷസാധനമായിരിക്കുന്ന മനുഷ്യദേഹം സിദ്ധിച്ചിട്ടും മോക്ഷത്തിനായിട്ട് ശ്രമിക്കാത്തവനെ കണ്ട് ദുഃഖിക്കണോ ഭഗവാൻ എന്നാണ് ഈ ശ്ലോകത്തിൽ പറയുക. പരമപുരുഷാർത്ഥം സാധിക്കാനായിട്ട് കിട്ടാവുന്ന ഏറ്റവും നല്ല ഉപകരണമാണ് മനുഷ്യ ശരീരം എന്ന ഈ കപ്പൽ. അത് പ്ലവം പൊങ്ങിക്കിടക്കണതാണ്. സംസാര സാഗരത്തിൽ താന്നു പോവാത്തതാണ് പ്ലവം. കപ്പൽ എന്ന അർത്ഥമുണ്ട്, പൊങ്ങിക്കിടക്കണം എന്നർത്ഥമുണ്ട്. ഈ സംസാര സാഗരെ മഗ്നമാവില്ല ശ്രേഷ്ഠമായിട്ട് ഉപയോഗിച്ചു കഴിഞ്ഞാൽ. അത് സുലഭമാണ്, സുദുർലഭമാണ്, രണ്ടും പറഞ്ഞു. ഇപ്പൊ സുലഭം സ്വന്തം സ്വാധീനത്തിൽ ഇരിക്കുന്നതാണ്. യാവൽ സ്വസ്ഥമിതം ശരീരമരുജം എന്നൊക്കെ ഭർതൃഹരി പറയും. ഈ ശരീരത്തിൽ രോഗങ്ങളോ ആധിവ്യാധികളോ ഉണ്ടാകുന്നതിന് മുമ്പ് സമ്പത്ത് കാലത്ത് തൈപത്ത് വെച്ചാൽ ആപത്ത് കാലത്ത് കാപത്ത് തിന്നാം എന്ന് ചില പഴമൊഴികൾ പറയുന്നത് പോലെ ഈ ശരീരം തൻ്റെ സ്വാധീനത്തിൽ ഇരിക്കുന്ന കാലം ആധിവ്യാധികളില്ലാതെ സുഖകരമായിട്ട് പ്രവർത്തിക്കാനായിട്ട് ശക്തിയുള്ള കാലത്ത്, ഇപ്പോൾ സ്വാധീനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഏറ്റവും ദുർലഭമായിട്ട് കിട്ടിയ ഈ മനുഷ്യ ശരീരത്തിനെ സുകൽപ്പം നല്ല ശക്തിയുള്ളതാണ്, വെൽ ഡിസൈൻഡ് എന്ന. കണ്ണുകൊണ്ട് കാണാനും ചെവി കൊണ്ട് കേൾക്കാനും കാലുകൾ കൊണ്ട് പ്രദക്ഷിണം വെക്കാനും കൈകൾ കൊണ്ട് കൂപ്പാനും ശിരസ്സുകൊണ്ട് നമസ്കരിക്കാനും മനസ്സുകൊണ്ട് മനനം ചെയ്യാനും എല്ലാവിധ സംഗതികളും ചെയ്യാൻ സാധിക്കുന്ന നല്ല സംവിധാനങ്ങൾ ഉള്ളതാണ് സുകൽപ്പം. അതാണ് മനുഷ്യ ശരീരം എന്ന കപ്പൽ. ലക്ഷ്യത്തിലേക്കുള്ള വഴി കാണിച്ചു തരാനായിട്ട് ഗുരുകർണധാരം, ആ ഗുരുവായിരിക്കുന്ന ഒരു കപ്പിത്താനും ഉണ്ട്. എന്നിട്ടും എൻ്റെ അനുഗ്രഹവും അനുകൂലമായിട്ടാണ്. മയാ അനുകൂലേന നഭസ്വതേരിതം, എൻ്റെ അനുഗ്രഹമാകുന്ന വായു അനുകൂലമായി, കാറ്റ് അനുകൂലമായിട്ടും ഈ മനുഷ്യൻ സംസാര സാഗരത്തിനെ കടക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അവനെയല്ലേ ഉദ്ധവ ആത്മഹത്യ ചെയ്യുന്നവൻ എന്ന് പറയേണ്ടത്. അല്ലാതെ ഫാനുമേ കെട്ടി തൂങ്ങലോ വിഷം കഴിക്കുന്നവനെയല്ല ആത്മഹത്യ ചെയ്യാന്ന് പറയണത്. ഈ മനുഷ്യശരീരം കിട്ടിയിട്ട് ഒരു നിമിഷാർത്ഥം പോലും നിഷ്ഫലമാക്കാതെ ഈ സംസാര സമുദ്രത്തിനെ കടക്കാൻ ശ്രമിക്കേണ്ടത് മനുഷ്യധർമ്മമാണ്. അത് ചെയ്യാത്തവൻ ശരീരാഭിമാന നിമിത്തം ആത്മാവിനെ ദ്രോഹിക്കുന്നവൻ തന്നെയാണ് ആത്മഹത്യ ചെയ്യുന്നവൻ എന്ന. സഹ്യാത്മഹ സ്വം വിനിഹൻ അസദ്ഗ്രഹാൽ, അവൻ തന്നെയാണ് ഈ ശരീരാഭിമാന നിമിത്തം ആത്മാവിനെ ദ്രോഹിക്കുന്നവനാണ് യഥാർത്ഥത്തില് ആത്മഹത്യ ചെയ്യുന്നവൻ. അതുകൊണ്ട് ഈ ശ്രേഷ്ഠമായ മനുഷ്യ ശരീരം കിട്ടിയവൻ സ്വധർമാനുഷ്ഠാനം ഒരിക്കലും ഉപേക്ഷിക്കാതെ അവൻ അവനവന്റെ കർമ്മങ്ങളെ ഫലേച്ഛ കൂടാതെ കർമ്മയോഗവുമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, നിരന്തരമായിട്ട് പ്രവർത്തിക്കുമ്പോൾ, സ്വധർമാനുഷ്ഠാനം തന്നെയാണ് ഈശ്വര പൂജ. സ്വധർമ്മം ചെയ്യാത്തവനെ ഈശ്വരൻ പ്രസാദിക്കില്ല. വർക്ക് ഈസ് വർഷിപ്പ്. സ്വധർമ്മം ആരാധനം അച്യുതസ്യ എന്ന് പഞ്ചമസ്കന്ധത്തിൽ പറഞ്ഞു. ഇങ്ങനെ സ്വധർമാനുഷ്ഠാനം കൊണ്ട് ഭഗവാനെ ഉപാസിക്കണം ഈ ശരീരം കിട്ടിക്കഴിഞ്ഞാൽ. അങ്ങനെ ശ്രേഷ്ഠമായ മനുഷ്യ ശരീരവും ഉപദേശിക്കാനായിട്ട് ഗുരുക്കന്മാരും അനുഗ്രഹിക്കാൻ തയ്യാറായിട്ട് ഭഗവാന്റെ അപാരമായ ഭക്തവാത്സല്യം ഉണ്ടായിട്ടും ഈ മനുഷ്യ ശരീരത്തിനെ ശ്രേയസ് നേടാനായിട്ട് ഉപയോഗിക്കാത്തവനാണ് ഉദ്ധവ യഥാർത്ഥത്തിൽ ആത്മഹത്യ ചെയ്യുന്നവൻ. ആത്മാവിനെ ഹനിക്കാൻ പറ്റില്ല, ആത്മാവിന് മരണമില്ല. മരണമില്ലാത്ത ആത്മാവിനെ പോലും കൊല്ലുന്നവനാണ്, നശിപ്പിക്കുന്നവനാണ്, ആത്മഹത്യ ചെയ്യുന്നവനാണ് മനുഷ്യ ശരീരം കിട്ടിയിട്ടും ശ്രേയസ്സിലേക്ക് എത്താൻ ശ്രമിക്കാത്തവൻ. അതുകൊണ്ട് വിവേകിയായ ഒരുത്തൻ സകല കർമ്മങ്ങളും എന്നിൽ ഉറപ്പിച്ച് നിഷ്കാമമായ കർമ്മത്തിനെ അനുഷ്ഠിക്കണം എന്ന കർമ്മയോഗത്തിനെ ഭഗവാൻ ഉപദേശിച്ചു കൊടുക്കുന്നു ഉദ്ധവന്.